ഇതെന്താണെന്ന് അറിയുന്ന എത്ര അമ്മമാരുണ്ട് ഇവിടെ? പറ പറ പറ. ഫുഡ് കഴിക്കാൻ ഫാൻ ആൻഡ് പാക്ചർ ഫുഡ് എന്ന് അറിയണമെങ്കിൽ എന്റെ ഫുഡിന്ന് കുറച്ച് എനിക്ക് തരുമോ? തരൂല. അത് എടുത്ത് വാങ്ങിച്ചെടുത്തോണ്ട് പോകും. അതായത് ഒരു കുട്ടി മറ്റൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫുഡ് ഓൻ അറിയാതെ എടുത്തോണ്ട് വന്നതിനാണ്. നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ നിങ്ങളുടെ സ്കൂളിൻ്റെ കാലം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അവർ പറയും, ഞാൻ ആദ്യം 3.5 കിലോമീറ്റർ നീന്തും പുഴയിൽ കൂടെ, അത് കഴിഞ്ഞിട്ടൊരു 150 കിലോമീറ്റർ സൈക്കിൾ ഓട്ടിയിട്ട് പിന്നെ നടന്നിട്ട് സ്വിഗ്ഗി ചെയ്തൊരു സാധനം മേടിച്ചു എന്ന് പറഞ്ഞാൽ 10 വർഷം മതി, 15 വർഷമൊന്നും വേണ്ട. എത്ര വർഷമായി? 6 വർഷം? 10 വർഷമായി. 10 വർഷം മുമ്പ് ഒരാളോട് പറഞ്ഞാൽ സ്വിഗ്ഗി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വാക്കേ ഇല്ല. ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ ഒരു 10-നകത്ത് ഒരു റാങ്കുള്ളവരിൽ ഒരു 4-5 പേര് സെലക്ട് ചെയ്തിരുന്നത് റേഡിയോളജിയായിരുന്നു. നീ അധികം ഡയലോഗ് ഒന്നും അടിക്കണ്ട, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. ഇവർക്ക് ഇതുപോലെ ദേഷ്യമുള്ളൊരു സാധനം പാടില്ല. എന്ത് ചെയ്യുകയാണെങ്കിലും അത് എന്തിന് ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം എന്നും കൂടെ കൃത്യമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കണം. നമ്മൾ അവനെ ഒന്ന് പറഞ്ഞ് രണ്ടിനും ഒരു കാരണമില്ലാണ്ട് 4 അടി അടിച്ചിട്ട് എന്താ മോനെ എന്നെ റെസ്പെക്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായത്? എനിക്കൊക്കെ ഞാനിപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെയാണ് നമ്മൾ ജീവിച്ചിട്ട് ഞാൻ ചിലപ്പോൾ IIT-യിലൊക്കെ പഠിച്ചിരുന്നേനെ എന്ന് ഞാൻ വെറുതെ പറയുന്നു. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവസരം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായല്ലേ? That we'll move on to the next session. The accidental journalist Babu Ramachandran onto the stage. Please, sir. Let's give a big round of applause to Babu Ramachandran. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോണേ. ആരാ അറിയാന്ന് പറഞ്ഞ കുട്ടികൾ പറയുന്ന എല്ലാം മനസ്സിലാവുന്ന ആരാ? ഒന്നൊരു കൈ വെച്ചേ. കുട്ടികൾ പറയുന്ന ഒക്കെ മനസ്സിലാവുന്ന അമ്മമാര്? അച്ഛന്മാരുണ്ടാവില്ല, മിക്കവാറും അമ്മമാരായിരിക്കും അവകാശവാദമായിട്ട് വരുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോണേ. ഇതെന്താണെന്ന് അറിയുന്ന എത്ര അമ്മമാരുണ്ട് ഇവിടെ? പറ പറ പറ. കുട്ടികൾ മിണ്ടരുത്. ആരെ പറ അറിയുന്ന പറഞ്ഞ അമ്മ ഉള്ളത്? എന്തത്? 6ന്റെ 7ന്റെ ഇടയ്ക്ക് ഒരു കുട്ടിയൊക്കെ ഉണ്ടല്ലേ അല്ലേ? നേരത്തെ മനസ്സിലാവേണ്ടി പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ ഇവിടെ? അത് അമ്മയല്ലല്ലോ, കുട്ടിയല്ലേ? അല്ല, അമ്മയാണോ? എന്തെന്നാ അത്? കുട്ടികളെ എല്ലാരും ഒന്നിച്ചു പറഞ്ഞ എന്താണ് അറിയാവുന്ന പിള്ളേര്? എന്താ 6, 7? ഇതറിയാമായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു. 4 ദിവസം മുന്നേ ഞാനൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോൾ അവിടെയുള്ള കുട്ടികളെല്ലാം കൂടെ ഇങ്ങനെ കളിക്കുന്ന കണ്ടപ്പോഴാണ് ഇങ്ങനെ സാധനം ഉണ്ട് പുതുതായിട്ട് അവതരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത്. അറിയാത്ത എല്ലാ അമ്മമാരും കുട്ടികളെ അറിയാമെന്ന് പറഞ്ഞവരൊക്കെ ഇന്ന് വീട്ടിൽ പോയിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കണം. ChatGPT-യോട് ചോദിച്ചാലും പറഞ്ഞുതരും. ഓക്കെ, ഇതെന്താണെന്നറിയോ? മൈക്കൊക്കെ ആർക്കും കൊടുത്തിരുന്ന ആരും ഒന്ന് പറഞ്ഞാ കേട്ടോ, പിള്ളേർക്കൊക്കെ അറിയാം. ആരാ യെസ് പറഞ്ഞു? ആ, എന്താ ഇതൊരു ബാസ്കറ്റ്ബോൾ പ്ലെയറുടെ അതിനു മുമ്പൊരു ഹിസ്റ്ററി ഉണ്ട്. ഇതൊരു ഒരു റാപ്പ് സോങ്ങിലാണ് ഇത് വരുന്നത്. എന്നിട്ട് ബാസ്കറ്റ്ബോളിലോട്ട് പോയി. എന്നിട്ട് പിള്ളേരെല്ലാം കൂടെ ഏറ്റെടുത്ത്. എന്നിട്ട് അവര് നമ്മളെ പറ്റിച്ച് അല്ലേ? എന്ത് പറഞ്ഞാലും എന്താ ഇതിന്റെ അർത്ഥം? അത് ബാസ്കറ്റ്ബോൾ പ്ലെയറുടെ ഹൈറ്റിന്റെ അല്ല, അത് മാത്രമല്ല, അത് അപ്പുറത്ത് 6, 7 പറഞ്ഞുകൊണ്ട് അയാളുടെ ഹൈറ്റ് 6'2" ഉള്ളൂ. പക്ഷെ പറയുമ്പോൾ 6'7" എന്ന് പറയും. ഇന്നത്തെ കുട്ടികളുടെ ലോകം വളരെ വിചിത്രമാണ്. അവര് ചെയ്യുന്ന പരിപാടി വളരെ രസമാണ്. ഇപ്പൊ ബ്രെയിൻ റോട്ട് എന്നൊക്കെ നമ്മൾ വെറുതെ കുറ്റം പറഞ്ഞ് വിളിക്കും. പക്ഷെ അവരൊരു എന്താ പറയാ, അണ്ടർവേൾഡ് ഗ്യാങ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ നമ്മൾ ഇല്ല. ഞാനിത് എങ്ങനെ പറയുന്നത് വെച്ചാൽ എനിക്ക് 2 മക്കളാ. ഒരാൾ 9 വയസ്സ്, ഒരാൾക്ക് 15 വയസ്സ്. 2 പേരും, ഒരാൾ എനിക്ക് തോന്നുന്നു ജെൻസി ആണ് അല്ലേ? ഒരു കണക്ക് പ്രകാരം ഒരാൾ 15 വയസ്സായ ജെൻസി അല്ലേ? മറ്റാൾ ജെൻ ആൽഫയാണ്. ഈ 2 കൂട്ടിലും നമ്മളില്ല. അപ്പൊ ഇത് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇതൊരു ഗൂഢസംഘത്തിന്റെ ഭാഷയാണ്. അവര് 6, 7 എന്ന് പറയുമ്പോൾ നിങ്ങളും 6, 7 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിരിച്ചാൽ നിങ്ങൾ ആ ഗ്രൂപ്പിലുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിന്റെ പുറത്താണ്. വേറെ വിശേഷമൊന്നുമില്ല. ഇതൊരു ഇൻസൈഡ് ജോക്കാണ്. ഓക്കെ, ഇനി കുറച്ച് എളുപ്പമുള്ള 1-2 സാധനങ്ങളൂടെ കാണിച്ചു തരാം. ഇതറിയാവുന്ന എത്ര ആളുണ്ട് ഇവിടെ? കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കറിയാം. നിങ്ങൾ പറയണ കൈ വെറുതെ പൊക്കണ്ട. നിനക്ക് അവസരം തരാം, അമ്മമാര് പറഞ്ഞില്ലേ തരാം. ഇത് എല്ലാം അറിയാന്ന് പറഞ്ഞാൽ നമ്മോട് പോയി എന്തെന്നോ ഓഹയോ എന്താണ് ഇവർക്കറിയോ? ഇപ്പൊ ഉത്തരം പറഞ്ഞ അമ്മക്ക് ഇപ്പൊ പറഞ്ഞാൽ അറിയാമോ? കുട്ടീനോട് ചോദിക്കണ്ട, അറിയില്ല. ഒഹയോ എന്താ? നേരത്തെ കൈ വെച്ച കുട്ടി പറഞ്ഞാട്ടെ.
ഒരു കുട്ടി പോയോ ഒന്നിച്ചില്ല ഇവിടുന്ന്? ആ എന്താ ഓഹയോ? ആ മൈക്ക് ആരെയോ ഒന്നവിടെ കൊടുത്തേ, ഒരു മൈക്ക് കൊടുത്തേ. അമേരിക്കയിലെ ഒരു സ്റ്റേറ്റ് ആണ്. ആഹാ, ഭയങ്കര ബുദ്ധിമാനാണല്ലോ നീ. വിവരമുള്ള വേറെ ആരെയുണ്ടോ? അതെനിക്കും അറിയാം. നമ്മൾ രണ്ടുപേരും തന്തവൈബ് ക്ലബിൽ മെമ്പർഷിപ്പ് എടുത്തു. ഇതെന്താന്ന് അറിയുന്ന കുട്ടികൾ ആരെയുണ്ടോ? ജെൻ ആൽഫയും ജെൻസിയും ഒന്നും ഇവിടെ ഇല്ലേ? എന്താണ് ഓഹയോ? ആ അപ്പൊ അവിടെ കൈ ഒന്നിച്ചു പറഞ്ഞെടുക്ക്. എന്താ യൂട്യൂബില് യോഹായോ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറെ ക്രേസി സാധനങ്ങൾ സംഭവിക്കും. ആ അതുകൊണ്ട് ഇതൊരു മീമാക്കി എടുത്തു. എന്താണ് അതിന്റെ അർത്ഥം? എന്താ ഓഹയോ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അർത്ഥം പ്രത്യേകിച്ചൊന്നുമില്ല. ആ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒന്നിനും പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലല്ലോ. വിയേർഡാണ്, വളരെ വിയേർഡായിട്ടുള്ള സാധനത്തെ പറ്റി പറയുമ്പോഴാണ് ഒരു ഒഹയോ എന്ന് എഴുതി വെച്ചോ. എല്ലാം എന്നിട്ട് എഴുതി വെച്ചു. ഞാൻ പറഞ്ഞു രണ്ടെണ്ണം കൂടി ഉണ്ട്. ഇതെന്താന്ന് പറ. കൈ എല്ലാം അറിയാന്ന് പറഞ്ഞാൽ കുറെ അമ്മമാരോട് ഉണ്ടായിരുന്നല്ലോ. ആ അതെ, അവിടെ അറിയാം ഇല്ലേ? വെറുതെ വന്നിച്ചാണോ? അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? കുട്ടികൾ പറഞ്ഞോ? കുഴപ്പമില്ല. എന്താണ്? ഓവർവെൽമിംഗ് ആയിട്ട് അപ്രീഷിയേറ്റ്. ആ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എങ്ങനെ ആകർഷിക്കുന്ന ടൈപ്പ്, കുറച്ച് ഫ്ലട്ടേഷ്യസ് ആയിട്ടൊക്കെ ഉള്ള കുറച്ച് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉള്ള ടീമാണ്. ഇനി ഒരു വാക്കൂടെ പറഞ്ഞുതരാം. അയ്യോ ഇത് നേരത്തെ പറഞ്ഞതല്ലേ, ഞാൻ തിരിച്ചാ പോകുന്നു. ഓക്കെ. ആ ഇതെന്താ? ഫാനം ടാക്സ് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? കുട്ടിയൊക്കെ അറിയുണ്ടാവും അല്ലേ? ജെൻസി, ജെൻ ആൽഫ. ആ ഓ കൈ വന്നിച്ചു. ഫാനം ടാക്സ് എന്താന്ന് പറ. ഈ ഫാൻ ടാക്സ് വെച്ചാല് ഒരു സാധനത്തിന്റെ ഒരു പോർഷൻ എടുക്കുക എന്ന് വെച്ചാല് ഫാൻ ടാക്സ് യുവർ ഫുഡ് എന്ന് വെച്ചാൽ ഫാൻ ടാക്സ് യുവർ ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മുന്നെന്തോ പറഞ്ഞല്ലോ എന്താ അടിക്കുന്നു? ഇതിന് മുമ്പ് എന്തോ അടിക്കുന്ന കാര്യം പറഞ്ഞ? അല്ല ഇപ്പൊ എന്തോ അടിക്കുന്ന കാര്യം പറഞ്ഞില്ല. എന്തായിരുന്നു? ഫുഡ് കഴിക്കാൻ ഫാൻ ആൻഡ് പാക്സ് യുവർ ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ എന്റെ ഫുഡിന്ന് കുറച്ച് എനിക്ക് തരുമോ? തരൂല. അത് എടുത്ത് വാങ്ങിച്ചെടുത്തോണ്ട് പോകും. അതായത് ഒരു കുട്ടി മറ്റൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫുഡ് ഓൻ അറിയാതെ എടുത്തോണ്ട് വന്നതിനാണ് ഫാൻ ആൻഡ് ടാക്സ് എന്ന് പറയാ. ഏത് ഭാഷയാണ്? അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ എന്ത് തേങ്ങയാണ് പറയണത്? നമ്മുടെ ഭാവം അതാണ്. എന്റെ അവസ്ഥയിലാണെങ്കിൽ ഞാൻ വിചാരിച്ചത് എനിക്കിതൊക്കെ അറിയാം, എനിക്ക് സ്കിബിഡി അറിയാം, എനിക്ക് പൂക്കി അറിയാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ വലിയ കാര്യമായിട്ട് 6, 7 ഫാൻ ആൻഡ് ടാക്സ് എന്തൊക്കെ ടാക്സ് ആണ്. ഞാൻ ഇതൊരു ഇൻകം ടാക്സും മറ്റു സാധനങ്ങളൊക്കെ എനിക്ക് അറിയുള്ളായിരുന്നു. അപ്പൊ ഇതൊക്കെ പഠിക്കാതെ നിങ്ങൾ എങ്ങനെയാണ് മക്കളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത്? ഇവന്മാർ പറഞ്ഞെന്താന്ന് മനസ്സിലാവണ്ടേ? ഇവരുടെ ആദ്യത്തെ പരിപാടി എന്താ അറിയോ? നമ്മളെ പുറത്താക്കി വാതിലടക്കലാണ്. അവരുടെ ലോകത്ത് നമ്മളില്ല. ഇപ്പൊ അടുത്ത് ഫാമിലി മാൻ സീരീസ് ആരും കണ്ടിരുന്നോ? ഫാമിലി മാൻ കണ്ടവരാരെങ്കിലും ഉണ്ടോ? ആ അതിൻ്റെ അകത്തൊരു സീനുണ്ട്. ഒരു കുട്ടി ഇരുന്ന് പോസ്റ്റർ എഴുതുകയാണ്. അപ്പൊ അച്ഛൻ എന്താണിത് എന്ന് ചോദിക്കുന്നു. അപ്പൊ കുട്ടി എഴുന്നേറ്റ് വരുന്നു. നമ്മൾ വിചാരിക്കും എന്താണിതെന്ന് പറയാൻ വേണ്ടി എഴുന്നേറ്റ് വന്നതാണ്. എഴുന്നേറ്റ് വന്നിട്ട് വാതിൽ ഒരൊറ്റ അടക്കില്ല അച്ഛൻ്റെ പുറത്ത്. നിങ്ങളെവിടെ ആവശ്യമില്ല, ഔട്ട്. അപ്പൊ ഈ ഒരു ലോകത്തിലാണ് നിങ്ങൾ കുട്ടികളോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അല്ലേ? കുട്ടികൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലായാലല്ലേ പകുതി നമുക്ക് മറ്റേ മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും നേരം ഞാൻ പറഞ്ഞത് മൊത്തം അച്ഛൻ്റെയും അമ്മയുടെയും സൈഡിൽ നിന്നാണ്. കാരണം ഞാനും ഒരു അച്ഛനും, അമ്മ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അച്ഛനായതുകൊണ്ട് അച്ഛനും അമ്മയുടെ സൈഡിൽ നിന്നാണ് പറഞ്ഞത്. ഇനി കുട്ടികളുടെ സൈഡിൽ നിന്ന് നമുക്ക് ഒന്ന് പറയണമല്ലോ, ഇല്ലെങ്കിൽ അവരെല്ലാം കൂടെ പോണ വഴിക്ക് എന്നെ അടിക്കും. അതായത് കുട്ടികളുടെ ലോകം നമുക്ക് വളരെ അപരിചിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് കുട്ടികൾക്കും ചിലപ്പോൾ ഇതേ പരാതികൾ ഉണ്ടാകാം അല്ലേ? അതിൻ്റെ ഒരു തുടക്കമാണ് ഞാൻ അടുത്തൊരു സ്ലൈഡിൽ വെച്ചിരുന്നത്. ഓക്കെ, ആ സ്ലൈഡ് തിരിച്ചു വരുന്നവരെ എനിക്ക് 2 വാക്കിൻ്റെ അർത്ഥത്തോട് പറഞ്ഞോ ആരെങ്കിലും ഒരാൾ? സ്ലൈഡ് തിരിച്ചു വരാത്തത് കൊണ്ടാണ് ഞാൻ 2 വാക്കൂടെ എക്സ്ട്രാ ഇടുന്നത്. സ്കിബിഡി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എല്ലാം അറിയുന്ന അമ്മയുടെ എല്ലാം അറിയാം. കാക്കയ്ക്ക് അറിയാമോ എന്താ സ്കിബിഡി എന്ന് വെച്ചാൽ എന്താ? മോനെ ഇനി എല്ലാം പറഞ്ഞ നിനക്ക് അറിയില്ലേ സ്കിബിഡി എന്താ? പറഞ്ഞു കൊടുക്ക്. ഉത്തരം പറയടാ. സർ ഓ കുംഭക്കാരനല്ലേ? ആ പറഞ്ഞോ എന്താണ്? കുംഭക്കാരനല്ലേ? ഓ കുംഭക്കാരൻ അങ്ങനല്ലേ? എന്നെ കളിയാക്കുന്നതാണോ? അല്ല അതല്ല. എനിക്കറിയില്ല. ഫ്രണ്ട് അങ്ങനത്തെ അല്ലേ സ്കിബിഡി എന്ന് വെച്ചാൽ? നല്ല അർത്ഥമല്ലേ? കൊള്ളാവുന്ന നിങ്ങൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ വെച്ചാൽ ഓ അപ്പൊ അത് ആ അർത്ഥത്തിലാണ് അപ്പൊ എന്നെ മോൻ വിളിച്ചോണ്ടിരുന്നല്ലേ. ഞാൻ വിചാരിച്ച അച്ഛൻ എന്റെ ഫ്രണ്ടാണെന്ന് വെച്ച് വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അച്ഛന് വയറുണ്ടെന്ന് പറഞ്ഞതാണ്. അടുത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണേ. ഇതെന്താണെന്ന് അറിയാമോ? കുട്ടികൾ പറഞ്ഞാൽ മതി. എന്താ എത്ര പിള്ളേർക്ക് വിവരമുണ്ടെന്നോട്ടെ? അച്ഛനമ്മ പറഞ്ഞാലും മതി കേട്ടോ. ഇത് കണ്ടു വലിയ കാര്യമുണ്ടോ? എന്താ
ഇവിടെ മൈക്ക് വാങ്ങിച്ച് പറ. It's a race. ആ എവിടുന്ന് കാറ്റ് ഒഴിച്ച എവിടുന്ന? ആ എന്തായാലും പറ, കേൾക്കുന്നില്ല, ആരാന്ന് മനസ്സിലാവില്ല, പറഞ്ഞോ. ഒരു race. ആ കിട്ടി കിട്ടി കിട്ടി. എന്ത് റേസാ? അത് എഴുതി വെച്ചോ. ആദ്യം 40 ഓർഡർ എനിക്കറിയില്ല, ആദ്യം നീന്തലാന്ന് തോന്നുന്നു. 3.8 കിലോമീറ്റർ ആദ്യം നീന്തണം. അത് കഴിഞ്ഞിട്ട് 180 കിലോമീറ്റർ സൈക്കിൾ ഓടിക്കണം. അതും കഴിഞ്ഞിട്ട് 42 കിലോമീറ്റർ ഓടണം. നമ്മളതിനെ വിളിക്കുന്ന പേര് അയൺമാൻ റേസ് എന്നാണ്. കേട്ടിട്ടുണ്ടോ? എത്ര ആൾ കേട്ടിട്ടുണ്ട്? ഒരു ഒച്ചയൊന്നും കേൾക്കുന്നില്ല, കേട്ടിട്ടില്ല എല്ലാവരും? നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ നിങ്ങളുടെ സ്കൂളിൻ്റെ കാലം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അവർ പറയും, ഞാൻ ആദ്യം 3.5 കിലോമീറ്റർ നീന്തും പുഴയിൽ കൂടെ, അത് കഴിഞ്ഞിട്ടൊരു 180 കിലോമീറ്റർ സൈക്കിൾ ഓട്ടിയിട്ട് പിന്നെ നടന്നിട്ട് അടുത്ത ദിവസമൊക്കെ സ്കൂളിലെത്തുള്ളൂ. തലേ ദിവസം പുറപ്പെട്ടാലേ അടുത്ത ദിവസം സ്കൂളിലെത്തും. അല്ലേ? ഇതല്ലേ കരച്ചില് മക്കളെ? അല്ലേ? ഇതന്നെയല്ലേ പറച്ചില് വീട്ടിൽ വന്നിട്ട്? എനിക്കൊക്കെ എന്തിൻ്റെ കുറവാണ്? വീട്ടിന് മുന്നിൽ ബസ് വരും, അതിൽ കയറിയിട്ടാണ് പോയാൽ മതി. എനിക്ക് എന്താണ് തിന്നത്? ഞാൻ നമ്മുടെ സ്കൂളിലൊക്കെ വീട്ടിലൊക്കെ പറഞ്ഞ പേരുണ്ട്, ഇൻട്രാബോൺ പോക്കിംഗ് ഡിസീസ് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? പ്രത്യേക അസുഖം, എല്ലാ പിള്ളേർക്കുള്ള അസുഖമാണ് ഇൻട്രാബോൺ പോക്കിംഗ് ഡിസീസ്. തിന്നത് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടുള്ള അസുഖം എന്ന് മലയാളത്തിൽ പറയും. ഇതാണ് നിനക്കൊക്കെ എന്നാണ് സ്ഥിരമായിട്ട് പറയാം. ഞങ്ങൾക്കൊന്നും തിന്നാൻ കിട്ടിയിരുന്നില്ല, അതുകൊണ്ട് തിന്നത് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിരുന്നില്ല, നിന്നെ പോലെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നിനക്കൊക്കെ കിട്ടിയ സൗകര്യം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കളക്ടറായനെ. പണ്ടാരോ പറഞ്ഞല്ലോ, അച്ഛനെ പോലെ ഒരു കളക്ടർ ആവാനാണ് എനിക്ക് ആഗ്രഹം. അച്ഛൻ കളക്ടറായിരുന്നു, അല്ല അച്ഛനും അതന്നെയായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞ പോലെ. അപ്പം ആ കാണുന്ന സ്ഥലം തിരിച്ചറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ആ ബാക്കിൽ കാണുന്ന സ്ഥലം കുട്ടികൾക്കാർക്കേ അറിയാമോ? ഇവിടെ പഠിച്ചാരെങ്കിലും ഉണ്ടോ? ഇവിടെ കുട്ടികൾ എത്തിപ്പെടാൻ സാധ്യതയുള്ള സ്ഥലമാണ്. എന്തോ ഇന്ത്യ ഗേറ്റ് ആണോ? ആ അങ്ങനെയൊക്കെ പറയാം, കണ്ടിട്ടതുപോലെയൊക്കെ തോന്നുന്നു. ഏതൊരു IIT ആണെന്ന് തോന്നുന്നു. അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനമ്മമാർ വിചാരിക്കുന്നു ഞങ്ങൾ ഇത്രയും സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മുടെ മക്കൾ പഠിക്കുന്നില്ലല്ലോ, അല്ലേ? കുട്ടികൾ വിചാരിക്കുന്നുണ്ട് ഇവരിത് എന്ന് പായാരം പറിച്ച് നിർത്തിയിട്ട് ഞാൻ പഠിക്കും. ദിവസം രാവിലെ വന്ന 3/4 മണിക്കൂർ, വൈകുന്നേരം വന്ന 3/4 മണിക്കൂർ ഈ അമ്മയുടെ അച്ഛൻ്റെയും പഴയ ആവലാതി കേൾക്കാനേ സമയമുള്ളൂ, അല്ലെങ്കിലേ സമയമല്ല. 4 ട്യൂഷൻ. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന സംഗതിയാണ് നിലവിൽ പ്രശ്നം. പക്ഷെ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അങ്ങനെ അടക്കി ആക്ഷേപിക്കാനും പാടില്ല. എന്ത് ചോദിച്ചാലും പറയും, ഞാൻ നിന്നെക്കാളൊരു 10 ഓണം അല്ല എത്ര 30 ഓണം കൂടുതലുണ്ടതാണ്, എനിക്ക് നിന്നെക്കാൾ കാര്യങ്ങൾ അറിയാം. അപ്പം ഇവിടെ നടക്കുന്ന പ്രധാന കോൺഫ്ലിക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജീവിച്ചു വന്ന കാലം എന്ന് പറയുന്നതും ഇവർ ഈ ഭൂമിയിൽ ജീവിച്ച കാലം എന്ന് പറയുന്നതും 2 പേസിൽ പോയിട്ടുള്ള കാലങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ജനറേഷൻ ഗ്യാപ്പ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് ആലോചിച്ചിട്ടുണ്ടോ? ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ സാധനം, നമ്മൾ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ സാധനം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ പണ്ട് ഈ ജനറേഷൻ ഗ്യാപ്പിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് റവല്യൂഷനുകൾ സംഭവിക്കുന്നതാണ്, അല്ലേ? വിപ്ലവങ്ങൾ സംഭവിക്കുന്നതാണ്. ഇന്ത്യയിൽ സംഭവിച്ച ആദ്യത്തെ വിപ്ലവം എന്തായിരുന്നു? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. 50-ൽ റേഡിയോ വന്നതായിരുന്നു ആദ്യത്തെ വിപ്ലവങ്ങളിലൊന്ന്. ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴാണ് TV എന്ന് പറയുന്ന ഒരു റവല്യൂഷൻ വരുന്നത്, അല്ലേ? പിന്നെയും 10-15 വർഷം കഴിഞ്ഞിട്ടാണ് സാറ്റലൈറ്റ് TV എന്ന് പറയുന്ന മറ്റൊരു റവല്യൂഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് 90കളുടെ ഒരു തുടക്കത്തോടെയൊക്കെയാണ് കമ്പ്യൂട്ടറുകൾ വന്നു തുടങ്ങുന്നത്. ഇൻ്റർനെറ്റ് വരുന്നത് വീണ്ടും കഴിഞ്ഞിട്ടാണ്. അതിനോടനുബന്ധിച്ചാണ് മൊബൈൽ ഫോൺ വരുന്നത്. അതും ചെറിയ തോതിലുള്ള മൊബൈൽ ഫോണുകളാണ് ആദ്യം വന്നത്. പിന്നീട് അതും കഴിഞ്ഞ് 5-6 വർഷം കഴിഞ്ഞാണ് സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെയും 10-15 വർഷത്തെ ഗ്യാപ്പിലാണ് ഓരോ പുതിയ വിപ്ലവം വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് ശേഷമുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. സ്മാർട്ട് ഫോൺ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ. ഇപ്പോൾ നമ്മളൊരു 15 വർഷം മുമ്പ് ഒരാളോട് പറയാണ്, ഞാൻ സ്വിഗ്ഗി ചെയ്തൊരു സാധനം മേടിച്ചു എന്ന് പറഞ്ഞാൽ 10 വർഷം മതി, 15 വർഷമൊന്നും വേണ്ട. എത്ര വർഷമായി? 6 വർഷം? 10 വർഷമായി. 10 വർഷം മുമ്പ് ഒരാളോട് പറഞ്ഞാൽ ഞാൻ സ്വിഗ്ഗി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വാക്കേ ഇല്ല. ആ ഒരു ഡ്യൂറേഷൻ. അപ്പോൾ അതിനുശേഷം ഉണ്ടായ മാറ്റങ്ങൾ, സ്വിഗ്ഗി വന്നു, സൊമാറ്റോ വന്നു, യൂബർ സാധനങ്ങൾ, ടാക്സി വന്നു. 2016 OTT വന്നു. പിന്നീട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു. ഇപ്പോൾ ChatGPT വന്നു.
ഇനി വരാൻ പോകുന്ന വിപ്ലവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് യാതൊരു ധാരണയുമില്ല അല്ലേ. ചെറിയ ഉദാഹരണം പറയാം. എയിംസ് എന്നിട്ടൊരു കോളേജുകൾ അറിയില്ലേ? എയിംസിൽ കഴിഞ്ഞ കൊല്ലം വരെയും റേഡിയോളജി എന്ന് പറയുന്നത് വളരെ ഡിമാൻഡുള്ളൊരു കോഴ്സാണ് ആയിരുന്നു. ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ ഒരു 10-നകത്ത് ഒരു റാങ്കുള്ളവരിൽ ഒരു 4-5 പേര് സെലക്ട് ചെയ്തിരുന്നത് റേഡിയോളജി ആയിരുന്നു. ഈ കൊല്ലം ഈ തവണത്തെ നീറ്റ് എൻട്രൻസിന് ശേഷം നടന്ന കൗൺസിലിങ്ങിൽ ആദ്യത്തെ 10-ൽ എനിക്ക് തോന്നുന്നു ഒരാൾ പോലും റേഡിയോളജി എടുത്തിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? എയിംസ് ആദ്യമായിട്ട് ഒരു ഡോക്ടർ ഇൻ്റർവെൻഷൻ കൂടാതെ എക്സ്റേ പരിശോധിക്കുന്ന റേഡിയോളജി റിപ്പോർട്ടുകൾ പരിശോധിച്ച് അസുഖം എന്തെന്ന് പറയുന്ന ടെക്നോളജി വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിക്ക്. അപ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ട് പഠിക്കുന്ന സാധനങ്ങൾ ഒബ്സലീറ്റ് ആകാൻ അധികം താമസമൊന്നും വേണ്ട. ഈ റേറ്റിലാണ് റെവല്യൂഷൻ പോകുന്നത് എങ്കിൽ അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ചിന്തിക്കുന്നതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് നിങ്ങൾ നേരിട്ട റെവല്യൂഷൻസിൻ്റെ പകുതി സമയം കൊണ്ട് നേരിട്ട റെവല്യൂഷൻസിൻ്റെ ബലത്തിലാണ്. അപ്പം നിങ്ങൾ പലപ്പോഴും ഇപ്പം എൻ്റെയൊക്കെ ജനറേഷനുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റെവല്യൂഷനും കൂടെ കണ്ട് ഒരു നമ്മളൊക്കെ ജനറേഷൻ നമ്മൾക്ക് ഏകദേശം ഒരു 40കളിലുള്ള ആൾക്കാരാണെങ്കിൽ ആ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഈ റെവല്യൂഷനിലൂടെ കടന്നു വന്ന ആൾക്കാരാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ അച്ഛനൊക്കെ മൊബൈൽ തൊടാനൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ പലർക്കും മൊബൈൽ യൂസ് ചെയ്യാൻ സ്മാർട്ട് മൊബൈൽ യൂസ് ചെയ്യാൻ പ്രയാസമാണ്. പക്ഷെ നമുക്കതില്ല. പക്ഷേ നമ്മൾ വിചാരിക്കും നമ്മൾ ഇതിനൊക്കെ അഡാപ്റ്റ് ചെയ്തൊരു ജനറേഷനാണെന്ന്. പക്ഷെ അല്ല. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പുതിയ പുതിയ സാധനങ്ങൾ അവർക്ക് പലർക്കും അറിഞ്ഞുകൂടാന്നുള്ള അർത്ഥം. അവരുടെ ഭാഷ പോലും നമുക്കറിയില്ല. പിന്നെ അവർ മനഃപൂർവ്വം ഗൂഢാലോചന നടത്തുന്നുണ്ട് നമ്മൾ ഒരു കാലത്തും ഒന്നും മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അവർ അബ്സേർഡായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, ബ്രെയിൻ റോട്ടായിട്ടുള്ള ജോക്സ് പറയുന്നു. ഫേസ്ബുക്കിലോട്ട് അവർ വരാത്തതിന് പ്രധാന കാരണം നമ്മൾ തന്തമാരും തള്ളമാരും അവിടെ ഉള്ളതുകൊണ്ടാണ്. തന്ത വൈബുള്ളവരാണ് ഫേസ്ബുക്കിൽ ഇരിക്കണമെന്നാണല്ലോ അവർ പറയുന്നത്. അപ്പോൾ നമ്മളെ എക്സ്ക്ലൂഡ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. അങ്ങനെ ശ്രമിക്കുന്നൊരു സൊസൈറ്റിയിലേക്കാണ് ഈ പിള്ളേരുടെയൊക്കെയാണ് നമ്മൾ എന്താ പറയുക സാരോപദേശം കൊണ്ട് പോകുന്നത്. നീ IIT പോകണം, നീ NIT പോകണം എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ആ ഗ്യാപ്പ് വൈഡൻ ചെയ്തുകൊണ്ട് വന്നിട്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എൻ്റെ കാലത്തൊക്കെ ഞാൻ തള്ളാണ് തള്ളി അപ്പുറത്തെ പറമ്പ് പോയി കിടക്കുമ്പോൾ തള്ളാണ് തള്ളിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തിനാണ് തള്ളുന്നത് എന്നാണ് എൻ്റെ മോനോടൊന്നും ഒന്നും പറയാൻ വയ്യ. പണ്ട് നിൻ്റെയൊക്കെ പ്രായത്തിൽ അച്ഛാ അളിയാ തള്ളല്ലേ, അച്ഛനെ കയറി അളിയാന്ന് വിളിക്കുന്ന പിള്ളേരുള്ള കാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ മോൻ എന്നെ അളിയാന്നല്ലാതെ വിളിക്കൂല. മനസ്സിലായില്ലേ? ഇതേ വിളി പോയിട്ട് അമ്മയെ വിളിക്കും, അമ്മ ഓടിക്കും അടുത്ത വഴിക്ക്. പക്ഷേ നമ്മൾ പിന്നെയും കുറേ കൂടെ ഒക്കെ തോളി കയറ്റി നടക്കുന്നുണ്ട്. ഈ ലിംഗോ കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവർ ചോദിക്കുന്നതാണ് നിങ്ങളതൊക്കെ ജീവിച്ച് ശരി തന്നെ, എൻ്റെ എന്ത് കാര്യം വരുമ്പോഴും നിങ്ങൾ എന്തിനാണ് ഈ തള്ളുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാസ്റ്റിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ ഫുൾ വെർഷൻ അവർക്ക് ഓർമ്മയില്ല. നമ്മളെയൊക്കെ പാസ്റ്റിൽ ഞാനൊക്കെ ഞാൻ സർക്കാർ സ്കൂളിൽ പഠിച്ചതാണ്. ഞാൻ രാമനാട്ട് ഹൈസ്കൂളിലാണ് പഠിച്ചത്. രാമനാട്ട് ഹൈസ്കൂളിൽ 5 ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. കോഴിക്കോട് ആർട്സ് കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. മലയാളം മീഡിയത്തിലാണ് ത്രൂ ഔട്ട് പഠിച്ചത്. അപ്പം ഞാൻ ഈ പഴയ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ പഠിക്കുന്ന കാലത്ത് വീട്ടിൽ ഒരു ഡിസ്ട്രാക്ഷനും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു തരത്തിലുള്ള ഞാൻ വീട്ടിൽ വരും, ആ കൂടെയുള്ള പത്രം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ വായിക്കാൻ പുസ്തകമേ ഉള്ളൂ. ഞാൻ ആ പുസ്തകം വായിക്കും. അന്ന് മൊബൈൽ ഫോണില്ല. അന്ന് എനിക്ക് TV സിനിമ വരില്ല. രാവിലെ കേരളത്തിൽ നിന്നുള്ളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ത്രികോണത്തിൻ്റെ അകത്ത് വട്ടം വരുന്ന സാധനമേ ഉള്ളൂ. അതുകൊണ്ടൊന്നുമില്ല. പിന്നെ ഞാൻ പോയിട്ട് പുസ്തകം വായിച്ച് പഠിക്കുമായിരുന്നു. നിന്നെ പോലെയല്ല, നീ ഇപ്പോൾ ഫുൾ ടൈം മൊബൈൽ നോക്കിയിരിക്കലാണ് നിൻ്റെ പണി. ആ മൊബൈൽ ഞാൻ ഇന്ന് വാങ്ങിച്ചു വയ്ക്കും, നിൻ്റെ എന്താണ് ഡിജിറ്റൽ വെൽനെസ് എടുക്ക്, ഇന്ന് നീ എത്ര മണിക്കൂർ ഉപയോഗിച്ചു, ഇതൊക്കെയാണല്ലോ നമ്മളെ ലൈൻ. പക്ഷെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യം, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീട്ടിലേക്കൊരു വിരുന്നുകാരൻ വന്നതാ, പിന്നെ അന്ന് പഠിത്തമില്ല. അല്ലെങ്കിൽ അപ്പുറത്തെ അമ്പലത്തിൽ ഉത്സവം ഉണ്ടെങ്കിൽ പിന്നെ അന്ന് പഠിത്തമില്ല. ഡിസ്ട്രാക്ഷൻസ് നമുക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഓർത്തു വയ്ക്കുന്നത് അതിൽ എഡിറ്റഡ് ഹൈലൈറ്റ്സ് ആണ്. അതായത് പലപ്പോഴും പലരും ചെയ്യുന്ന കാര്യമുണ്ട്, ഒരാളുടെ ഫേസ്ബുക്ക് അല്ല ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ട്. ഇപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ മോളുണ്ട്, തനി മലയാളി എന്നാണ് ആ കുട്ടിയുടെ പേര്. ആംസ്റ്റർഡാമിലാണ് ജീവിക്കുന്നത്. ഈ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ തൂങ്ങിച്ചാവാൻ തോന്നും. കാരണം വെച്ചാൽ ഇതൊക്കെയാണ് ജീവിതം. നമ്മളിവിടെ രാവിലെ ആകുമ്പോൾ എഴുന്നേൽക്കുന്നു, തുണി കുത്തി അലക്കുന്നു, പോകുന്നു. ഈ കുട്ടി ഗാഡ്ജറ്റ്സിൻ്റെ മുകളിൽ ഗാഡ്ജറ്റ്സിൽ കളിച്ച് അവിടെ ആംസ്റ്റർഡാമിൽ ജീവിക്കും. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം റീൽസാണ് നമ്മൾ കാണുന്നത്, ആ കുട്ടിയുടെ ജീവിതം നമ്മൾ കാണുന്നില്ല. ആ കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും മെച്ചപ്പെടുള്ള ഏറ്റവും സന്തോഷമുള്ള മൊമെൻറ്റ്സാണ് അവർ ഹൈലൈറ്റ്സ് ആയിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം ഫിൽറ്ററും കൂടി ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ഇത് തന്നെയാണ് നിങ്ങളുടെ മക്കളുടെ അടുത്തും ചെയ്യുന്നത്. എൻ്റെ സ്കൂൾ പഠനകാലത്ത് ഏറ്റവും നന്നായിട്ട് എന്തൊക്കെ ഉണ്ടായോ അതിനൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാനൊരു ഐഡിയൽ വിദ്യാർത്ഥി ആയിരുന്നു എന്ന് കുട്ടികളോട് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് പറയും,
അതായത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എഡിറ്റഡ് ഇൻസ്റ്റാഗ്രാം ഫിൽറ്റർ ഇട്ട റീല്, മെമ്മറിയുടെ റീൽ എടുത്തിട്ട് അവരുടെ ലൈഫിലേക്ക് കൊണ്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ അവരുടെ ലൈഫിൽ ലൈവ് ആയതുകൊണ്ട് അതിൽ ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എഡിറ്റഡ് ആയിട്ടുള്ള വേർഷൻ്റെ താരതമ്യമാണ്. അതായത് അതുകൊണ്ടാണ് ആ ക്ലാസ്സിലിരിക്കുന്നത് കുട്ടിയല്ല, നമ്മളാണ്. നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ കുട്ടിയോടല്ല, നമ്മുടെ തന്നെ മറ്റൊരു വേർഷനോടാണ്. എനിക്ക് സ്കൂളിൽ പഠിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നീ പഠിക്കണം. അവന് പഠിക്കാൻ താല്പര്യം, അവന് കളിക്കാനാണ് താല്പര്യം. അല്ല, എനിക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് നീ പഠിച്ചേ പറ്റൂ. നമുക്ക് നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അടിച്ച് ഏൽപ്പിക്കലാണ് പ്രധാന പരിപാടി. പിന്നെ ഒരു പ്രധാന ആക്ഷേപം, ഇവിടെ എത്ര ആൾക്കാർക്കുണ്ട് ഈ ആക്ഷേപം? നിന്റെ സ്ക്രീൻ ടൈം എത്രയാ ഇന്നത്തെ? ഇന്നുണ്ടാവില്ല, ഇന്നിവിടെ വന്നിരുന്നുകൊണ്ടുണ്ടാവില്ല. ഒരു ശരാശരി സ്ക്രീൻ ടൈം എത്രയാ? 6 മണിക്കൂർ, 4 മണിക്കൂർ? എന്തൊരു മര്യാദയാണ്. ബാക്കി സമയം ക്ലാസ്സിലായിരിക്കും അല്ലേ? അതോ 4 മണിക്കൂർ മറ്റേ പാരന്റൽ ഗൈഡ് ലൈൻസ് വെച്ച് 4 മണിക്കൂർ വെച്ച് കട്ട് ചെയ്തിരിക്കും അല്ലേ? നീ മര്യാദരാമൻ സമ്മതിച്ച്. എൻ്റെ വീട്ടിലൊക്കെ പോയി നോക്കിയാൽ 8 മണിക്കൂർ, 9 മണിക്കൂർ, എന്നിട്ടൊരു അരമണിക്കൂറിന് വേണ്ടി കെഞ്ചും. അവിടെയൊക്കെ പാരന്റൽ കൺട്രോളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ പിടിച്ചു വെക്കാം ആൾക്കാരെ. നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നില്ലേ പാരന്റൽ കൺട്രോൾ മൊബൈലിനകത്ത്? ഇല്ലേ? കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാത്ത ആരെയുണ്ടോ? അല്ല, ആരെയുണ്ടോ? സോറി, കൊടുക്കാത്തവരുണ്ടോ? കൊടുക്കുന്നുണ്ട്. പാരന്റൽ കൺട്രോളും ഉണ്ട്. ഇല്ലേ? ഭയങ്കര വിശ്വാസം കുട്ടിയെ. അപ്പോൾ ഇതൊരു ആക്ഷേപമാണ്. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അപ്പോൾ തിരിച്ചു പറയാം, എൻ്റെ ക്ലാസ് നടക്കുന്നതിൻ്റെ അകത്താണ്, എൻ്റെ ട്യൂഷൻ നടക്കുന്നതിൻ്റെ അകത്താണ്. അപ്പോൾ കുട്ടികളുടെ സ്ക്രീൻ ടൈം എന്നുള്ള കംപ്ലൈൻ്റ് ഒക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയും ക്രിഞ്ചാണ്, ക്രിഞ്ചായിട്ടുള്ള ആക്ഷേപമാണ്, നമ്മൾ പഠിക്കുന്നതിൻ്റെ അകത്തു നിന്നാണെന്ന് കുട്ടി പറയും. ആ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ധൈര്യമായിട്ട് കാര്യം പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സ്കൂളിലെ സമയത്തെക്കുറിച്ചാണ് അല്ലേ? പക്ഷേ നമുക്കറിയാം, ഞാൻ ആ സ്കൂളിൽ 9ാം ക്ലാസ്സിൽ തോറ്റ് 2ാമത് എഴുതി പാസ്സായി, 10ാം ക്ലാസ് പാസ്സായി, ഏതോ കോളേജിൽ പഠിച്ച് എങ്ങനെയൊക്കെയോ ആ സപ്ലിയൊക്കെ അടിച്ച് എൻജിനീയറിങ്ങോ എന്തോ പാസ്സായി, അവസാനം ഇപ്പോൾ ഇൻഫോസിസിൽ വർക്ക് ചെയ്യാണ് പ്രൊജക്ട് മാനേജറായിട്ട്. എനിക്കറിയാം, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാം. പക്ഷേ ഈ കുട്ടിക്ക് അറിയില്ല. അവൻ നാളെ നാസയിലെത്തുന്ന അവന് ഇപ്പം അറിയാമെങ്കിൽ അവൻ നൈസായിട്ട് ഇപ്പോഴും പഠിക്കും. പക്ഷെ ഇവൻ അറിഞ്ഞൂടാ, ഇവൻ്റെ മുന്നിൽ കൺഫ്യൂഷൻസ് ആണ് മൊത്തം. ഇവനിപ്പോൾ എന്താ നടക്കാൻ പോകണമെന്ന് അറിഞ്ഞൂടാ, നാളെ എന്താ നടക്കാൻ പോകണമെന്ന് അറിഞ്ഞൂടാ, പരീക്ഷ പാസ്സാവോ എന്ന് അറിഞ്ഞൂടാ. ഈ ടെൻഷൻസും കൺഫ്യൂഷൻസും അവനിപ്പോൾ ഉണ്ട്. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ കഴിഞ്ഞ പാസ്റ്റിനോടാണ്. നമുക്കിതൊക്കെ കഴിഞ്ഞാണെന്ന് അറിയാം, നമ്മൾ നല്ല നിലയിൽ എത്തിയെന്നും അറിയാം. അപ്പോൾ നമുക്ക് സ്യൂട്ടാവുന്ന രീതിയിൽ അതിനെ എഡിറ്റ് ചെയ്തിട്ട് ഇവനോട് പറയും ഇങ്ങനെയൊക്കെ നടന്നാൽ ഇങ്ങനെ എത്തും. എന്നാൽ നിങ്ങൾക്ക് അന്ന് അറിയാമായിരുന്നോ ഇങ്ങനെ നടന്നാൽ എങ്ങനെ എത്തുമെന്ന്? ഇല്ലല്ലോ. അപ്പം അന്ന് ഇതൊരു സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. നിങ്ങളെ പിള്ളേർക്ക് ഇത് തന്നെയാണ് ഞാൻ ഉമ്മയോട് പറയുന്നത് അല്ലേ? ഓക്കെ, അല്ല, പോസിറ്റീവായിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ വരുന്നത്, പേടിക്കണ്ട. പ്രത്യേകിച്ച് കുട്ടികളോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് കുട്ടി എല്ലാ വിഷയത്തിലും നല്ല മാർക്ക് മേടിക്കണം. അപ്പം പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ വിഷയങ്ങളിലൊക്കെ ട്യൂഷൻ ഏർപ്പെടാം. എൻ്റെ മോൻ 3 വിഷയത്തിൽ ട്യൂഷൻ പോകുന്നുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, PCM. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വന്നു കഴിഞ്ഞാൽ ക്രിക്കറ്റ് കോച്ചിങ്ങിന് പോകണം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവൻ കുറച്ച് കരാട്ടെ പഠിക്കണം. മോളാണെങ്കിൽ ഇതുപോലെ മാർഷ്യൽ ആർട്സ് പഠിക്കണമല്ലോ, അപ്പം ട്യൂഷൻ പഠിക്കണം. ഇത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഒന്ന് ശ്വാസം വിടുക, എപ്പോഴാന്ന് കരയാന്നാണ് ഇവർ ചോദിക്കുന്നത്. ഞാൻ മനുഷ്യനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനും ഒരു മനുഷ്യനാണ്, എനിക്കും വികാരങ്ങളുണ്ടെന്നാണ് കുട്ടികൾ പറയുന്നത്. അപ്പം പലപ്പോഴും ഇവർക്ക് സമയം കിട്ടുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്. ഓഫ് കോഴ്സ് ഞങ്ങളുടെ ലൈഫിൽ നോയ്സ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അവർ ആ നോയ്സ് എൻജോയ് ചെയ്യുന്നവരാണ്. ആ നോയ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട്. അതായത് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, മനസ്സിലാവാത്ത സംഗീതം എപ്പോഴും നോയ്സാണെന്ന്. അവരുടെ നോയ്സ് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും. ഇതാണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. ഈ ദിവസം നിന്റെ പാടത്തും പറമ്പത്തും കാട് കയറി ഇറങ്ങി നടന്നോ, പരീക്ഷയ്ക്ക് പൊട്ടിക്കോ. ഇജ്ജ് കണ്ടില്ലേ ഓനെ, മറ്റേ ജമീലാത്താൻ്റെ മോനെ കണ്ടില്ലേ? കണ്ടില്ലേ IIT കിട്ടി, ഇനി ഇറങ്ങി നടന്നോ, അതിനെക്കൊണ്ട് എന്തിനാ കൊള്ള. എല്ലായിടത്തും ഉണ്ടോ അതുപോലെ നല്ലവനായൊരു ഉണ്ണി, മനുഷ്യനെ പറയിപ്പിക്കാനായിട്ട്. അവനെ മിക്കവാറും മറ്റേ സിനിമയിലെ അവസാനം പോലെ പോലീസ് പിടിച്ചോണ്ട് പോവുകയും ചെയ്യും അവസാനം. നല്ലവനായ ഉണ്ണിമാരാണ് ഇവിടുത്തെ എല്ലാവരുടെയും ശാപം. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോ, പക്ഷെ നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ഞാൻ ഇവരെ കൂടെ കൂടിയിട്ടോ,
ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞങ്ങളിങ്ങനെ കമ്പയർ ചെയ്യുന്നതാണ് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ എല്ലാം കമ്പയർ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഇനി മെല്ലെ പാരൻസിൻ്റെ സൈഡിലോട്ട് നമ്മൾ പോകാൻ പോകണ്ടോ? എന്തുകൊണ്ടായിരിക്കും പാരൻസ് നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത്? എന്താണെന്നറിയോ? അതിൻ്റെ പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ പേടിയാണ്. അതായത് ഇവനെ ഞാൻ നല്ലപോലെ വളർത്താത്തത് കൊണ്ടാണല്ലോ ഇവനിങ്ങനെ ആയിപ്പോയത് എന്ന് നാളെ നാട്ടുകാർ പറയുന്നുള്ളൊരു പേടി ഒന്നാമത്തെ പേടി. രണ്ടാമത്തെ പേടി ജെന്യൂനായിട്ടും നീ കേടായി പോകുമെന്നുള്ള പേടി. മൂന്നാമത്തെ പേടി എന്ന് പറയുന്നത് എനിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഞാൻ ഇതിനൊന്നും വേണ്ട ഫെസിലിറ്റീസ് ചെയ്തു കൊടുത്തില്ലല്ലോ, ഇനി ഇവൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവൻ എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ള പേടിയാണ് പലതും. അങ്ങനെ അമ്മമാരുടെ മനസ്സിൽ പിന്നെ പറയണ്ട. രാവിലെ പോയ കുട്ടി വൈകുന്നേരം 6 മണിക്ക് വീട്ടിലെത്തിയില്ലെങ്കിൽ അവൾ ടൈറ്റാനിക് മുങ്ങി മരിച്ചു പോയി എന്ന് വിചാരിച്ചാളെ. വേറെ സാധാരണ ഗതിക്കുള്ള ചോദ്യമൊന്നുമില്ല. അവൾ മൊബൈൽ ഓഫ് ആവുമൊന്നുമില്ല, നേരെ അവൾ ടൈറ്റാനിക് മുങ്ങി മരിച്ചതാണ് ആലോചിക്കുക. എന്നിട്ട് കടന്ന് ആ പ്രദേശം മൊത്തം ഇളക്കി മറിച്ച് ആ കുട്ടീനെ ഇനി ജന്മത്ത് വെളിയിൽ പോകാൻ പറ്റാത്ത രീതിയിൽ പേടിപ്പിച്ച കളയും. അമ്മയുടെ പേടിയാണ്, കുറ്റം പറയാൻ പറ്റില്ല. പേടികളാണ് മക്കളെ. നിങ്ങൾ വിചാരിക്കും പോലെ നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ്, വേറൊന്നല്ല. അല്ലാതെ നിങ്ങളെ ഉപദ്രവിച്ചിട്ട് അവർക്ക് ഒന്നും കിട്ടാനില്ല, മനസ്സിലായോ? പേടീൻ്റെ മുകളിൽ പേടിയായിട്ടാണ്. അപ്പം ആ പേടി നിങ്ങൾക്കുണ്ട്, കുട്ടികൾക്കുണ്ട് അല്ലേ? ഞാൻ ഈ പരീക്ഷയ്ക്ക് പാസ്സായില്ല എങ്കിൽ അമ്മ എന്നെ പഴയ പോലെ സ്നേഹിക്കുമോ? അച്ഛൻ എന്നോട് മിണ്ടാതിരിക്കുമോ? ഞാൻ എവിടെ എത്താതെ പോവോ? എനിക്ക് എൻ്റെ ക്രിക്കറ്റ് ഇവർ കട്ട് ചെയ്ത് കളയോ? അപ്പം സമ്മർദ്ദം ഇങ്ങനെ ബിൽഡപ്പ് ആവുകയാണ്. സമ്മർദ്ദം ബിൽഡപ്പായി വരുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നം എന്താ അറിയോ? അച്ഛനമ്മമാരുടെ സ്നേഹത്തിൽ നിന്ന് അവരുടെ പേടിയിലൂടെ നിങ്ങളത് നേടാതിരിക്കുമ്പോൾ എന്തുണ്ടാവും? ദേഷ്യം ഉണ്ടാവും അല്ലേ? അടി കിട്ടുന്നവരുണ്ടോ? അടി ഇപ്പോഴും കിട്ടുന്നുണ്ടോ? ഈ അടുത്ത് എൻ്റെ കസിൻ്റെ മോനെ, എൻ്റെ കസിൻ്റെ പെങ്കുച്ചയാണ്, അവരുടെ ഭർത്താവ് ആഞ്ഞൊരു അടി അടിച്ചു. അപ്പോൾ ആ കുട്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, എനിക്കും ആത്മാഭിമാനമുണ്ട്, എന്നെ തല്ലരുത്. അപ്പോൾ അച്ഛന് സന്തോഷമായി. ഇവൻ ആത്മാഭിമാനം എന്ന വാക്കൊക്കെ അറിയാലോ. അത്ര മലയാളം അത്രയ്ക്കൊന്നും പഠിക്കുന്നവനല്ല. അപ്പം നിനക്ക് ഈ വാക്കൊക്കെ അറിയാവിടാന്ന് ചോദിക്കും. പക്ഷേ ഒന്ന് ആലോചിക്കണം, കുട്ടികൾ ആത്മാഭിമാനമുള്ളവരായിട്ടാണ് വളർന്നു വരുന്നത്. സെൽഫ് റെസ്പെക്ട്, മലയാളം അറിയില്ലേ പറഞ്ഞു, സെൽഫ് റെസ്പെക്ട്. അതാണ് ചോദിച്ചതെന്ന് മനസ്സിലായി. അപ്പം എന്തുണ്ടാവും? ദേഷ്യം വരും, മർദ്ദനങ്ങൾ നടക്കും. അതിനുശേഷം അപ്പം പ്രഷർ കൂടിയാൽ പിന്നെ ഞങ്ങളെ പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ ഞങ്ങളെ പ്രഷറിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളുള്ള പഠിത്ത കൂടെ പഠിക്കില്ല, പഠിപ്പേ നടക്കില്ല പിന്നെ. അപ്പോൾ പിന്നെ എന്താവും? പോയിട്ട് പൊട്ടിക്കഴിയുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? വീണ്ടും ദേഷ്യം വയ്ക്കും. ദേഷ്യം കൂടുമ്പോൾ നിങ്ങൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഇവന് വീണ്ടും പ്രഷർ വരും, അപ്പോൾ വീണ്ടും പൊട്ടും. പിന്നെ മുകളിൽ കാണിച്ച സാധനം കണ്ടോ? എന്നെന്താ പറയുക? ചുരുളി അതിലേക്ക് അങ്ങ് പോവും. അതിനത് വെളിയിൽ കിടക്കാൻ പറ്റില്ല, മനസ്സിലായോ? അപ്പോൾ പാരൻസ് എങ്ങനെയാണ് മാറേണ്ടത്? സാധാരണ വലിയ വീട്ടിലൊക്കെ, എൻ്റെ വീട്ടിലൊക്കെ ഞാൻ ഇടയ്ക്കുന്ന നമ്പർ ഇതാണ്: ഇന്ന് നീ പോയിട്ട് ഓനെ തല്ലിക്കോ, ഞാൻ സമാധാനിപ്പിക്കാൻ വരാം. അല്ലെങ്കിൽ നാളെ എന്നും എനിക്ക് തല്ലാൻ പറ്റില്ല, ഇന്ന് നിങ്ങൾ തല്ലി എന്ന് പറയും. നിങ്ങൾ ചീത്ത പറയും, ഗുഡ് കോപ്പ് ബാഡ് കോപ്പ്. പിള്ളേർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. നമ്മൾ വിചാരം എന്താണ്? ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാണ്. ഇതൊക്കെ എന്താണെന്നും ഇതിൻ്റെ സൈക്കോളജി എന്താണെന്നും ഒക്കെ പഠിച്ചു വെച്ചിട്ടാണ് ഇവർ ഇരിക്കുന്നത്, മനസ്സിലായില്ലേ? നിങ്ങൾ ഗുഡ് കോപ്പും ബാഡ് കോപ്പും കളിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്ന സമയം കൊണ്ട് ഇവർ നിങ്ങളെ റോസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു പറഞ്ഞയക്കും. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് വിവരം ഉണ്ടാക്കാൻ വേറെ ഒരു വഴിയില്ലായിരുന്നു. അച്ഛൻ പറയുന്നതാണ് വിവരം, അമ്മ പറയുന്നതാണ് വിവരം, മാഷ് പറയുന്നത് ഏറി വന്ന നിങ്ങൾ മൂന്നും കൂടെ ചേർത്താണ് മാതാപിതാ ഗുരു ദൈവം. പിന്നെ ദൈവത്തിൻ്റെ അടുത്തുള്ള വിവരം കൂടെ കിട്ടിയാൽ എല്ലാം കംപ്ലീറ്റ് ആയി. ഇന്ന് ഈ 3 പേരുടെ ആവശ്യം ആർക്കും ഇല്ല. എൻ്റെ മോനൊക്കെ ഫിസിക്സിൻ്റെ ഒക്കെ ജാവ ആപ്ലെറ്റ്സ് ഒക്കെ നോക്കി ഇതൊക്കെ കണ്ട് ഉറപ്പിച്ചിട്ട് ക്ലാസ്സിൽ ചെന്ന് നിന്നിട്ട് ടീച്ചർ പറയുമ്പോൾ ഇതൊക്കെ ഞാൻ എപ്പോഴേ പഠിച്ചതാണ്, നിങ്ങൾ പറഞ്ഞോളി എന്നിട്ടാണ് ഇരിക്കുന്നത്. പിള്ളേർ ഇതെല്ലാം പഠിച്ചിട്ടാണ് ക്ലാസ്സിൽ പോകുന്നത്, മനസ്സിലായില്ലേ? നിങ്ങളുടെ വിവരം ഉണ്ടാക്കാൻ നിങ്ങളെ ആരും ആവശ്യം പിള്ളേർക്ക് ഇപ്പം ഇല്ല എന്നുള്ളതുകൊണ്ട്, നിങ്ങളെ ഡിപ്പെൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറയുന്നതിനോട് വലിയൊരു ഇതില്ലാതെ വരുന്നത് അതുകൊണ്ടാണ്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. പഴയ പോലെ അതോറിറ്റിയും ചെന്നുകൊണ്ട് ഇവരുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല. ഇതാരാ ആർക്കെങ്കിലും അറിയാമോ? പിള്ളേർ പറയട്ടെ. ഇതിൻ്റെ കൂടുതൽ കഥ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ഐഡിയ ഞാൻ തരുന്നില്ല. റെസ്പെക്റ്റ് വൺ വേ അല്ല, അത് ആരാന്ന് ഞാൻ പറയുന്നില്ല. അച്ഛനമ്മയ്ക്കൊക്കെ മനസ്സിലായി കാണും. ഞാൻ വെറുതെ അവർക്ക് ഐഡിയ കൊടുക്കുന്നില്ല. വല്ല ഒളിയും അവസാനം വീട്ടിലെടുത്ത് മാറ്റി വയ്ക്കേണ്ട ഒരു അവസാനം. അതായത് റെസ്പെക്റ്റ് വൺ വേ അല്ല. നമുക്ക് ജനാധിപത്യപരമായിട്ട് അങ്ങോട്ട് ട്രീറ്റ് ചെയ്താൽ മാത്രമേ തിരിച്ച് ഇങ്ങോട്ട് റെസ്പെക്റ്റ് കിട്ടുള്ളൂ.
നമ്മൾ അവനെ ഒന്ന് പറഞ്ഞ് രണ്ടിനും ഒരു കാരണമില്ലാണ്ട് 4 അടി അടിച്ചിട്ട് എന്താ മോനെ എന്നെ റെസ്പെക്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഡെമോക്രസി പാലിച്ചാലേ നമുക്കത് കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് പണ്ട് മുതലേ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. നീ അധികം ഡയലോഗ് ഒന്നും അടിക്കണ്ട, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. ഇവർക്ക് ഇതുപോലെ ദേഷ്യമുള്ളൊരു സാധനം പാടില്ല. എന്ത് ചെയ്യുകയാണെങ്കിലും അത് എന്തിനു ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം എന്നും കൂടെ കൃത്യമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ പഴയ പോലെ നമുക്ക് ചുമ്മാ അൺപാർലമെൻ്ററി അൺഡെമോക്രാറ്റിക് പരിപാടികളൊന്നും ഇവിടെ അടുത്ത് ഇപ്പോൾ നടക്കൂല. അതുകൊണ്ട് കഴിവതും ലോജിക്കലായിട്ട് പിള്ളേരോട് പെരുമാറാൻ ശ്രമിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ നിങ്ങളോട് വിപ്ലവം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കുറച്ച് ബഹുമാനം കിട്ടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞ ആത്മാഭിമാനത്തിൻ്റെ കോഷ്യൻ്റ് തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് തോന്നും ഇവൻ ഇത് എന്ത് കണ്ടിട്ടാണെന്ന്. ഇവൻ ഈ അഹങ്കാരം കാണിക്കുന്ന എന്ത് കണ്ടിട്ടാണെന്ന് തോന്നും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. അവർ ചെയ്യുന്നതും പറയുന്നതായിട്ടൊക്കെ ചിലപ്പോൾ ഭൂലോക മണ്ടത്തരായിരിക്കും പറയുന്നത്, പക്ഷെ അവർ കോൺഫിഡൻസ് കൂടുതലുള്ളവരാണ്. പണ്ടൊക്കെ നമ്മളൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സാധനമേ അടുത്തുകൂടെ പോയിണ്ടാവില്ല. ആത്മാഭിമാനം ഉണ്ടാവില്ല, കുറവായിരിക്കും. 4 അടി കിട്ടിയാലും മിണ്ടാതെ കരഞ്ഞ് വിട്ടു പോകും. ഇന്ന് കുട്ടികളെയൊക്കെ തല്ലി വെക്കണം, വിവരറിയും. അപ്പം ഞാൻ പറയുന്നത് ആത്മാഭിമാനം, അവർക്ക് കോൺഫിഡൻസ് കൂടിയിരിക്കുന്നു. അവർ ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് അറിവ് കൂടിയിരിക്കുന്നു. അവരെ അപ്രോച്ച് ചെയ്യേണ്ട രീതി ഇപ്പോൾ വേറെയാണ്. പഴയ ടെക്നോളജി കൊണ്ട് കുട്ടികളുടെ അടുത്ത് ചെല്ലരുത്. അത് മനസ്സിലാക്കി വേണമെങ്കിൽ അതിനൊരു കൗൺസിലിങ്ങും കൂടി നിങ്ങൾ എടുത്തിട്ട് അവരുടെ അടുത്ത് ചെന്നാൽ അവർ നിങ്ങളുടെ സഹകരിക്കും, വേണ്ട പോലെ സഹകരിക്കും. അപ്പോൾ പിള്ളേർ എന്താ ചെയ്യേണ്ടത്? കുട്ടികൾ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. അച്ഛനോ അമ്മയോ എന്തു പറഞ്ഞാലും അതിനെ അങ്ങ് എതിർക്കും. ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യൂല. ഇപ്പം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. എതിർക്കാനേ കുട്ടികൾ ചെയ്യുള്ളൂ. അപ്പോൾ കുട്ടികൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്, അച്ഛനും അമ്മയോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഉടനെ എതിർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരല്ല, നിങ്ങളുടെ പറഞ്ഞ ഇന്നർ സർക്കിളിൽപ്പെട്ട ആൾക്കാരല്ല എങ്കിലും അവർ നിങ്ങളുടെ നന്മയ്ക്കാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പറയുന്നതിനെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചെറിയ ചെറിയ പ്രോഗ്രസ്സുകളെ ഉണ്ടാക്കുക. എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിലൊക്കെ നടക്കുന്ന പോലെ പ്രധാന അടികളിലൊന്നും നടക്കുന്നത് നിനക്ക് എന്താണ് നിൻ്റെ തുണിയെടുത്ത് മടക്കി വെച്ചാൽ എന്നുള്ളതായിരിക്കും. എൻ്റെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന അടിയാണ്. ഈ കുട്ടികളുടെ തുണികൾ അവിടെ മടക്കി വെച്ചിട്ടുണ്ടാവുമെങ്കിലും ആൾ അതെടുത്ത് അവനവൻ്റെ അലമാരി കൊണ്ടുവയ്ക്കുന്ന ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ ഇവർ റെബലിയൻ വർക്ക് ചെയ്യുന്ന അതിലൊക്കെ ആയിരിക്കും. ഇതൊന്നും ചെയ്യൂല. ചിലപ്പം വേറെ വല്ല ദേഷ്യത്തിനായിരിക്കും ചെയ്യായിരിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവരോട് സഹകരിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ വീട്ടിലൊരു ഗുണ്ടേ ഉള്ളൂ, അത് നിങ്ങളുടെ അമ്മയാണ് അല്ലെങ്കിൽ അച്ഛനാണ്. മനസ്സിലായോ? നിങ്ങളല്ല അവിടുത്തെ ഗുണ്ട. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പഴയ പോലെയല്ല, ഒരുപാട് അവസരങ്ങളുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞു വന്നത്, നിങ്ങളിവിടെ ഇത്രയും ആൾക്കാർ കൂടിയത് നിങ്ങൾ XNY പോലെയൊരു സ്ഥാപനത്തിൽ പഠിക്കുന്നതുകൊണ്ടാണ്, പ്രവർത്തിക്കുന്നത്. എൻ്റെയൊക്കെ ഒരു പഴയ കാര്യം പറയുകയാണ്. ഞാൻ ആർട്സ് കോളേജിൽ 1997-99 പ്രീ ഡിഗ്രി പഠിച്ച ആളാണ് ഞാൻ. ആ സമയത്ത് IIT എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു ധാരണ, ഞാൻ സ്കൂളിലൊക്കെ അത്യാവശ്യം മാർക്കൊക്കെ പഠിച്ച് പാസ്സായതാണ്, ആർട്സ് കോളേജിലാണ് പഠിച്ചത്. അപ്പം എൻ്റെ വിചാരം വെച്ചാൽ ഞാനൊന്നും പഠിച്ച ഒരു കാരണവശാലും ഒരു കാലത്തും IIT കിട്ടൂല എന്നുള്ളൊരു അടിയുറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അത് ഊട്ടി ഉറപ്പിക്കുന്നൊരു പണിയും കൂടെ ഞാൻ എടുത്തു. അന്ന് എലൈറ്റ് എന്നൊരു സ്ഥലമാണ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത്, ഇപ്പോൾ അടച്ചെന്ന് തോന്നുന്നു. ഞാൻ അവിടെ ചേരാതെ ബ്രില്യൻ ട്യൂട്ടോറിയൽസിൻ്റെ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ട് പഠിക്കാനുള്ള ശ്രമം നടത്തി. 2 ആഴ്ച കൊണ്ട് മനസ്സിലായി പഠിച്ചാൽ തീരുമില്ലാന്ന്. ഞാൻ ആ പുസ്തകം പരീക്ഷ പാസ്സാകുന്നതിന് മുന്നേ തന്നെ ഡിസ്പോസ് ചെയ്ത് ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഞാൻ എൻട്രൻസ് എഴുതി, എനിക്ക് കിട്ടി, ഞാൻ എഞ്ചിനീയറായി. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് XNY ലേണിംഗ് പോലെ നിങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങളിൽ ഈ പരീക്ഷകളെ കുറേം കൂടി യാഥാർത്ഥ്യബോധത്തോടെ കാണാനും ഇത് നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ പാസ്സാകാൻ പറ്റുന്ന പരീക്ഷയാണ് എന്ന് മനസ്സിലാക്കി തരാനും അതിന് എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു തരാനും ഇവിടെ ആൾക്കാരുണ്ടെന്നുള്ളിടത്ത് നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. എനിക്കൊക്കെ ഞാനിപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെയാണ് നമ്മൾ ജീവിച്ചിരുന്നത്, ഞാൻ ചിലപ്പോൾ IIT പഠിച്ചിരുന്നേനെ എന്ന് ഞാൻ വെറുതെ പറയുന്നു. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവസരം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായല്ലേ? അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഇതെന്താണെന്ന് ആർക്കും അറിയാമോ? നമ്മുടെ ജോക്കാൻ തോന്നുന്നു. ഇപ്പം നിസ്സാരമാണ് കാര്യം, പക്ഷെ കഠിനമായി അധ്വാനിക്കണം. കൃത്യമായിട്ട് അധ്വാനിച്ചാൽ മാത്രമേ നിങ്ങൾ അവിടേക്ക് എത്തുള്ളൂ. ഈ പണ്ട് ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് പറഞ്ഞത് ഇവൻ IIT മെറ്റീരിയലാണ്, ഇവളല്ല, ആ കൊച്ച് ആണ്, ഇവനല്ല, ഇങ്ങനെ പറയുമായിരുന്നു. എനിക്കപ്പോൾ സംശയം, ഇവൻ എന്താ ലെൻസ് വെച്ച് നോക്കിയിട്ടാണ് കണ്ടുപിടിക്കുന്നത്, ഇവൻ IIT മെറ്റീരിയലാണോ അല്ലേ എന്നൊക്കെ. അപ്പം പണ്ടത്തെ ഒരു തെറ്റിദ്ധാരണ
ബോൺ ജീനിയസുകൾക്ക് മാത്രമേ IIT പോകാൻ പറ്റുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ പണ്ടുണ്ടായിരുന്നു. അത് തെറ്റാണ് എന്ന് പല അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ലോകത്ത്. അതിൽ 2 അനുഭവങ്ങൾ ഞാൻ അപ്പുറത്തോട്ട് പറയുന്നുണ്ട്. പക്ഷേ ബോൺ ജീനിയസ് എന്നൊരു സാധനമില്ല ആക്ച്വലി. ഞാൻ വേറെ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ കൂടെ പഠിച്ച ഒരു പയ്യൻ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അന്ന് MBBS ചേർന്നു. അവൻ അവിടെ അവസാന റാങ്കുകാരനായിട്ടാണ് ചെന്ന് കയറുന്നത്. അവൻ്റെ ക്ലാസ്സിൽ ആ വർഷത്തെ മെഡിക്കൽ എൻട്രൻസിൻ്റെ 1ാം റാങ്കുകാരൻ ഉണ്ടായിരുന്നു, ഫസ്റ്റ് റാങ്ക്. മെഡിക്കൽ കോളേജിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയുണ്ടാവും. ആ പരീക്ഷ, ഫസ്റ്റ് പരീക്ഷ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് മുഴുവൻ പാസ്സായില്ലെങ്കിൽ നിങ്ങൾ ഇയർ ഔട്ടായി പോകും. നിങ്ങൾ അടുത്ത് വരുന്ന ബാച്ചിൻ്റെ കൂടെ പോയി ഇരിക്കേണ്ടി വരും. ആ പരീക്ഷ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് റാങ്കിൽ വന്ന ഇവൻ പരീക്ഷ പാസ്സായി, ഫസ്റ്റ് റാങ്കിൽ വന്ന മറ്റവൻ പൊട്ടി. അപ്പോൾ എന്താണ്, കേരള മെഡിക്കൽ എൻട്രൻസിന് 1ാം റാങ്ക് മേടിച്ചവൻ ജീനിയസ് അല്ല നിങ്ങൾ ആരും പറയില്ലല്ലോ. അപ്പോൾ അവൻ എന്തുകൊണ്ടാണ് പാസ്സാവുന്നത് ഫസ്റ്റ് ഇയർ പരീക്ഷ? അവിടെയാണ് പെർസിവിയറൻസിൻ്റെയും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്സിൻ്റെയും കാര്യങ്ങൾ മനസ്സിലാക്കി തോൽവിയിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യം വരുന്നത്. അപ്പം വെറും ജീനിയസ് കൊണ്ട് ഒരാൾക്ക് IIT ചേർന്നാൽ തന്നെ അവിടുത്തെ പരീക്ഷയുടെ പാസ്സാവാനോ പറ്റില്ല. ജീനിയസ് മാത്രമാണ് എല്ലാത്തിനും തുടക്കമെന്ന് വിചാരിക്കരുത്. ഇതെന്താണെന്നറിയാമോ? ഇത് ചൈനയിൽ ജിംനാസ്റ്റിക്സിന് ഗോൾഡ് മെഡലൊക്കെ മേടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ജീവിതം തുടങ്ങുന്നത് ഏതാണ്ട് ഇങ്ങനെയാണ്. അവർ ചെറിയ പ്രായത്തിൽ അവർ കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്ന് ആ കുട്ടികളെ ജിംനാസ്റ്റിക്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിപ്പിച്ച് പഠിപ്പിച്ച് അങ്ങനെ ചെറുപ്പം മുതലേ ബോഡി ജിംനാസ്റ്റിക്സിന് യോജ്യമായ രീതിയിൽ ട്യൂൺ ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് പിന്നീട് അവർക്ക് പ്രൈസ് കിട്ടുന്നത്. അത് ഇതിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു 18 വയസ്സ് വരെയൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു സാധനമാണ്. വളരും, നമ്മൾ വളർത്തുന്ന രീതിയിൽ അത് വളരും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 8ാം ക്ലാസ് അല്ലെങ്കിൽ 5ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞ പ്രായം എന്നൊക്കെ പറയുന്നത് ബ്രെയിനൊക്കെ നല്ല വളർന്നു നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് കൃത്യമായ ദിശയിലോട്ട് അതിനെ തിരിച്ചുവിടാൻ പറ്റുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് വളരും. വേണ്ട രീതിയിൽ അതിനെ ട്യൂൺ ചെയ്താൽ അനാവശ്യമായിട്ടുള്ള ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് കുട്ടി ആദ്യം മുതലേ പഠിത്തത്തിലേക്ക് അങ്ങ് കയറി കിട്ടിയാൽ പിന്നെ അവൻ പഠിച്ചോളും. ആ തുടക്കത്തിലുള്ള ഹേർഡിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, പണ്ടൊക്കെ കിട്ടിയിരുന്നത് ആദ്യത്തെ പ്രാവശ്യം എൻട്രൻസ് എഴുതിയിട്ട് പിന്നെ ഒരു കൊല്ലം വേസ്റ്റ് ചെയ്തിട്ട് ആ കൊല്ലം കൊണ്ട് പഠിക്കുന്നവർക്കാണ്. അത് ആക്ച്വലി മണ്ടത്തരമാണ്. ഇതേ പഠിത്തം നിങ്ങൾ കുറച്ച് നേരത്തെ തുടങ്ങി, കുറച്ച് നേരത്തെ, എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്, അന്ന് കുറച്ച് നേരത്തെ നമ്മൾ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു, എനിക്കൊക്കെ കുറച്ച് ബെറ്ററായി സാധ്യത ഉണ്ടായിരുന്നെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴേ ചോയ്സ് ഉണ്ട്. നിങ്ങൾക്ക് കുറച്ച് നേരത്തെ ഇതൊക്കെ തുടങ്ങാം. നേരത്തെ ട്യൂൺ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾ ഈ പറഞ്ഞ പോലെ അവസാനം ആ പരീക്ഷ എഴുതുന്ന പ്രായമാകുമ്പോഴേക്കും കൃത്യമായിട്ട് ക്ലാരിറ്റിയോടെ പരീക്ഷ എഴുതാൻ പറ്റും. ഇതാരാന്ന് അറിയുന്ന കാര്യമുണ്ടോ? ആർക്കെങ്കിലും അറിയാമോ അതാരാണ്? ആ കയ്യിലുള്ള തോക്ക് കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായി കാണും. ഇദ്ദേഹത്തിൻ്റെ പേര് കരോളി ടക്കാക്സ്, പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിഞ്ഞൂടാ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ രസകരമായിട്ടുള്ള കഥയാണ്. 2 പേരുടെ കഥയും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. ഇദ്ദേഹത്തിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഏത് രാജ്യമാണെന്ന് ഞാൻ മറന്നുപോയി. ഒരു രാജ്യത്തിലെ പട്ടാളക്കാരനായിരുന്നു. പട്ടാളത്തിലായിരുന്നു ഉള്ള ജോലി. ഇയാൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഷൂട്ടറായിരുന്നു. അതിമനോഹരമായി ഷൂട്ട് ചെയ്യും. ഇത് ശത്രുക്കളെ ഷൂട്ട് ചെയ്യും, ആൾക്കാരെ കൊല്ലും ചെയ്യുമായിരുന്നു. ഭയങ്കര എക്സ്പെർട്ടായിരുന്നു. അപ്പം ഹി വാസ് എ പ്രൊഫഷണൽ ഷൂട്ടർ. ഹി യൂസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഓൾ ദ ഷൂട്ടിംഗ് കോമ്പറ്റീഷൻസ്. ഒരു ദിവസം എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യുദ്ധത്തിന് പോയ സമയത്ത് ആക്സിഡൻ്റലി ഒരു ഗ്രനേഡ് ഫയർ നടന്നു. ഈ ഗ്രനേഡ് ഫയർ നടന്ന സമയത്ത് ഇയാളെ വലത്തെ കൈക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റി. ഈ ഷൂട്ടിംഗ് ഹാൻഡ്. സാധാരണഗതിക്ക് നമ്മളൊക്കെ എന്ത് ചെയ്യും? പട്ടാളത്തിൽ നിന്ന് BRS എടുക്കും, വീട്ടിൽ പോയിട്ട് ബാങ്കിൽ മാനേജറായിട്ട് അവിടെ ജോലി ചെയ്ത് ഉണ്ടാകാൻ പോകും. ഇയാൾ പട്ടാളത്തിൽ നിന്ന് പോന്നു. പക്ഷെ ഇയാൾ വീട്ടിൽ പോയിട്ട് ഇടത്തെ കൈ കൊണ്ട് വെടിവെക്കാൻ പ്രാക്ടീസ് തുടങ്ങി. തുടർച്ചയായിട്ട് 1-2 വർഷം പ്രാക്ടീസ് ചെയ്ത് ഇടത്തെ കൈ കൊണ്ട് വെടിവെച്ച് അടുത്ത പ്രാവശ്യം നടന്ന ഒളിമ്പിക്സിൽ ഇയാൾ 2 ഐറ്റത്തിൽ ഗോൾഡ് മെഡൽ മേടിച്ചു. അപ്പം നമുക്ക് നേരാമണ്ണമുള്ള ബുദ്ധിയൊക്കെ വെച്ച് മര്യാദയ്ക്ക് പഠിച്ചാൽ കിട്ടാവുന്ന സാധനങ്ങളാണ് ഈ IIT എന്ന സാധനമൊക്കെ. ഇയാൾക്ക് വലത്തെ കൈ കൊണ്ട് വേണമെങ്കിൽ ഇയാൾ ഗോൾഡ് എടുത്താൽ നമ്മൾ വലിയ കാര്യമൊന്നും പറയില്ല. പക്ഷെ ഇയാൾ ഇടത്തെ കൈ കൊണ്ട്, പക്ഷേ അയാളുടെ നോർമൽ ഹാൻഡല്ല, ഈ പറഞ്ഞ ബ്രെയിൻ ടു ഹാൻഡ് മോട്ടോർ മെമ്മറി ഇതെല്ലാം ഇയാൾക്ക് റീവർക്ക് ചെയ്യേണ്ടി വന്നു. അതൊക്കെ ചെയ്തിട്ടും ഇയാൾ 2 മെഡൽ മേടിച്ചു ഗോൾഡ്. അത് ഒരു ഉദാഹരണമാണ്. ഒളിമ്പിക്സിൽ മെഡൽ മേടിച്ചതാണ്. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇദ്ദേഹത്തിൻ്റെ പേര് ലാസ്ലോ പോൾഗർ എന്നാണ്. ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ലാസ്ലോ പോൾഗറിൻ്റെ അവസാനത്തെ പോൾഗർ എന്നുള്ള വാക്ക് ചിലപ്പോൾ നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അയാൾക്ക് 3 മക്കളായിരുന്നു, സൂസൻ, സോഫിയ, ജൂഡിറ്റ്.
ഇനി എവിടെയും കേട്ടിട്ടുണ്ടോ? ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീനിയസുകൾ ബൈ ബർത്ത് അല്ല, നമുക്ക് ട്യൂൺ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി ഒരു റഷ്യക്കാരിയായ ട്രാൻസ്ലേറ്ററിനെ കല്യാണം കഴിച്ച് അവർക്ക് 3 മക്കളുണ്ടായി. ഈ 3 മക്കളെയും അദ്ദേഹം ചെറുപ്പം മുതലേ ചെസ്സ് കളിക്കാൻ പഠിപ്പിച്ചു തുടങ്ങി. ചെസ്സ് 3 പേരും കളിച്ച് 3 പേരും ഒന്നിന് പിന്നാലെ ഒന്നായി ലോക ചാമ്പ്യന്മാരായി. അവസാനത്തെ കുട്ടിയെ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞറിയും, ജൂഡിത്ത് പോൾഗർ, കാസ്പറോവിനെ തോപ്പിച്ച, കാർപ്പോവിനെ തോപ്പിച്ച ജൂഡിത്ത് പോൾഗർ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ വനിതാ ചെസ് താരമായിരുന്നു ജൂഡിത്ത് പോൾഗർ. അപ്പം ഇതൊക്കെയും ദീർഘകാലം കൊണ്ട് നടത്തിയ ബോധപൂർവമുള്ള ട്യൂണിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടായ റിസൾട്ടുകളാണ്. അപ്പം അങ്ങനത്തെ കുറച്ച് റിസൾട്ടുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചില പരിശ്രമങ്ങൾക്ക് അങ്ങനെ ചില ഫലങ്ങൾ ഉണ്ടാകും എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ പറഞ്ഞ കേസ്. ഇവരാണ് കളിക്കാർ, 3 പേര്, അച്ഛനും 3 മക്കളും. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഞാനിത് വൈരപ്പിയുള്ള ശ്രമത്തിലാണ്. ഒരുപാട് നേരം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 5 മിനിറ്റ് കൂടിയും സമയം, 5 മിനിറ്റ് നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട് എടുക്കാം. പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, നിങ്ങൾ IIT കിട്ടിയില്ല, IIT ചേർന്നില്ല എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും പഠിക്കും, കുറേ കൂടെ നല്ല വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കും. നിങ്ങൾ NIFT NIFTയിലായിരിക്കും പഠിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും പഠിക്കുക. പക്ഷേ നിങ്ങൾ ഈ രാജ്യത്തെ ഏതെങ്കിലുമൊക്കെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്രീമിയം ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണമെന്ന് നിങ്ങളുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും ആഗ്രഹമുണ്ട്. നിങ്ങൾ IIT അല്ലെങ്കിൽ മറ്റൊരു കോഴ്സ് ഏറ്റവും നല്ല കോളേജിൽ ചേർന്ന് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒരു എഞ്ചിനീയർ ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നല്ലൊരു മനുഷ്യനായിരിക്കണം. നിങ്ങളുടെ മനസ്സിൽ എമ്പതി ഉണ്ടായിരിക്കണം. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വികാരങ്ങളും നിങ്ങളുടെ മനസ്സിൽ വേണം. അതൊന്നുമില്ലാതെ നിങ്ങൾ എന്തായിട്ടും കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു പാട്ട് കൂടെ വെച്ച് തന്നിട്ട് ഞാൻ Little boxes on the hillside, little boxes made of ticky-tacky, little boxes on the hillside, little boxes all the same. There's a pink one and a green one and a blue one and a yellow one, and they're all made out of ticky-tacky and they all look just the same. And the people in the houses all went to the university where they were put in boxes and they came out all the same. And there's doctors and lawyers and business executives and they're all made out of ticky-tacky and they all look just the same. And they all play on the golf course and drink their martinis dry, and they all have pretty children, and the children go to school, and the children go to summer camp, and then to the university where they are put in boxes and they come out all the same. And the boys go into business and marry and raise a family in boxes made of ticky-tacky and they all look just the same. There's a pink one and a green one and a blue one and a yellow one, and they're all made out of ticky-tacky and they all look just the same. പറഞ്ഞത് ഈ യൂണിവേഴ്സിറ്റികളൊക്കെയും BTech ഡിഗ്രി എടുക്കാൻ കഴിയുന്ന, ആ പഠനം പഠിക്കാൻ പറ്റുന്നവരെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. പക്ഷേ നിങ്ങൾ അവിടുത്തെ അച്ചിൽ വാർത്തു വീഴുന്ന എഞ്ചിനീയർമാരായി മാറരുത്. ചോരയും മജ്ജയും മാംസമുള്ള മനുഷ്യരായിരിക്കണം, സഹജീവികളോട് സ്നേഹമുള്ളവരായിരിക്കണം, അവരോട് കരുതലും പരിഗണനയുള്ളവരായിരിക്കണം. അത് നേടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ഡിഗ്രി നേടിയിട്ടും കാര്യമില്ല എന്നുകൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഏറ്റവും നല്ല കോളേജുകളിൽ പോയി ഏറ്റവും നല്ല ഡിഗ്രികൾ പഠിച്ച് ഏറ്റവും നല്ല ജോലികൾ വാങ്ങി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സന്തോഷം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി. എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, 5 മിനിറ്റ്. ഹായ് സാർ, എനിക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോൾ റഷ്ബിൻ്റെ മദറാണ് ഞാൻ. അപ്പം നമ്മൾ നോട്ട്സ് എനിക്ക് സാധാരണ സ്കൂളിൽ ചെല്ലുമ്പോൾ എപ്പോഴും വരുന്നത് ബിഹേവിയർ സൈഡ് ആണെങ്കിലും റെസ്പെക്റ്റിൻ്റെ ഭാഗമാണെങ്കിലും എല്ലാ കാര്യത്തിലും ഉപരി പെർഫെക്റ്റ് ആണെന്ന് പറയും. പക്ഷെ നോട്ട്സിൻ്റെ കാര്യത്തിൽ
അവൻ എപ്പോഴും ബാക്കിലോട്ടായിരിക്കും. എഴുതുന്ന കാര്യം ഭയങ്കര മടിയാണ്. എക്സാം വരുമ്പോഴാണെങ്കിലും മൂപ്പർക്ക് ഏറ്റവും പോയിന്റ്സ് മാത്രം എഴുതിയിട്ട് മൂപ്പര് ക്ലാസ്സിൽ നിന്ന് എണീറ്റ് പോരുന്ന ഒരു ടൈപ്പാണ്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് വരുമ്പോൾ എപ്പോഴും ചോദിക്കും, എന്താ മോനെ ഈ കാര്യത്തിൽ എല്ലാത്തിനും നീ ഓക്കെ ആയിട്ട് എന്തുകൊണ്ട് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല? അപ്പോൾ അവൻ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് പഠിക്കാനല്ലേ ഇത് തരുന്നത്, ഞങ്ങൾക്ക് പഠിച്ചത് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് എപ്പോഴും. ഇത്രയും നോട്ട്സ് എഴുതി പഠിക്കേണ്ട കാര്യം എന്താണുള്ളത്? നമുക്ക് നോട്ട്സിൻ്റെ ആവശ്യം എന്താണ്? ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് റീഡ് ചെയ്താൽ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നോട്ട്സ് ഇത്രയും എഴുതി ഉണ്ടാക്കുന്നതെന്നാണ് അവൻ ചോദിക്കുന്നത്. പക്ഷെ നമ്മുടെ ഒരു സിസ്റ്റം വെച്ചിട്ട് നമുക്ക് എപ്പോഴും എഴുതുന്നത് ബോർഡ് എക്സാമിന് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അവർ തിരിച്ചു ചോദിക്കുന്ന അത്രയും അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇത്രയും സംശയങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിലത്തുമ്പിൽ എല്ലാം ഉണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും എഴുതി കഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് അവരുടെ ഒരു ക്വസ്റ്റ്യൻ. അതിനെന്താ സാറിന് പറയാനുള്ളത്? ഉത്തരം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു സാധനമുണ്ട്, അത് നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. നിങ്ങളത് പരീക്ഷ പേപ്പറിൽ എഴുതി വെച്ചാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. കുട്ടികളെ കൊണ്ട് എന്തിനാണ് നോട്ട് എഴുതിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ നാളെ പരീക്ഷയ്ക്ക് പോയിട്ട് ചെയ്യേണ്ട പണിയാണ് ഈ എഴുത്തെന്ന് പറഞ്ഞാൽ. ഞാൻ എഴുതില്ല, ഞാൻ പരീക്ഷ വരുമ്പോഴേ എഴുതുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ വിചാരിക്കും പോലെ പറ്റുന്ന പരിപാടിയല്ലേ എഴുത്തെന്ന് പറഞ്ഞത്. ഇതിൽ പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. നിങ്ങൾക്ക് നോട്ട് എഴുതിക്കുന്നത് നിങ്ങൾ നാളെ പരീക്ഷയ്ക്ക് എഴുതാൻ നേരത്ത് നിങ്ങൾക്കത് എളുപ്പമായിരിക്കും. നിങ്ങളെ പ്രാക്ടീസിൽ നിങ്ങളെ മനസ്സ് ഇത് പല കാര്യങ്ങൾ വർക്ക് ചെയ്യണം. നിങ്ങളുടെ കൈ കൊണ്ടാണ് നിങ്ങൾ എഴുതുന്നത്, മോട്ടോർ സ്കിൽ വർക്ക് ചെയ്യണം, ഈ തലച്ചോറും കൈ തമ്മിലുള്ള കണക്ഷൻ വർക്ക് ചെയ്യണം. നിങ്ങളത് മനസ്സിലുള്ള സാധനം ആ സമയത്ത് ഓർമ്മ കിട്ടണം, തെറ്റല്ലാത്ത സാധനം ഓർമ്മ കിട്ടണം. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ. ഇപ്പോൾ ചില ആൾക്കാർക്ക്, ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു കുട്ടി മറ്റേ ജാലിയൻ വാലാബാഗ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പഠിച്ചിരുന്നത്. പക്ഷെ ഞാൻ വായിക്കും, മനസ്സിലാക്കാൻ ശ്രമിക്കും. പലർക്കും പല മെമ്മറിയാണ്. ഇപ്പോൾ ഇന്നത്തെ കുട്ടികളാണെങ്കിൽ വീഡിയോ കണ്ടിട്ടൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. ഇപ്പോൾ എൻ്റെ ഒരു പ്രോഗ്രാമിൽ ഒരു എപ്പിസോഡിൽ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ സോഷ്യൽ സയൻസ് പരീക്ഷ എഴുതാൻ പോയി, എനിക്ക് പരീക്ഷയ്ക്ക് ആകെ 30 മാർക്കേ കിട്ടിയുള്ളൂ, അതിൽ 15 മാർക്കിൻ്റെ ഒരു എസ്സേ ഉണ്ടായിരുന്നു, റഷ്യൻ വിപ്ലവമായിരുന്നു. ഞാൻ ചേട്ടൻ്റെ മറ്റേ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ കഥ മൊത്തം എഴുതി വെച്ചു, അതിന് 13 മാർക്ക് കിട്ടി, ആകെ 30 മാർക്ക് കിട്ടി, ഞാൻ പാസ്സായെന്ന് പറഞ്ഞു. ഇപ്പം ചിലവർക്ക് ഈ എഴുതാനും വായിക്കാനൊക്കെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകാം. പക്ഷെ അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് മാറ്റിയെടുക്കണം. കാരണം പരീക്ഷയ്ക്ക് എഴുതുക തന്നെ വേണം. എനിക്കറിയാം എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് മാർക്ക് വരില്ല. അപ്പോൾ എഴുതണമെങ്കിൽ അത് പ്രാക്ടീസ് വേണം. അതിനുള്ളൊരു പ്രാക്ടീസിങ് ആണ് ഞാൻ പറയുന്നത്. നോട്ട് എഴുതിയാൽ മാത്രം പോരാന്നാണ് ഞാൻ പറയുന്നത്. നോട്ട് എഴുതിയാൽ മാത്രം പോരാ, വീട്ടിൽ വന്നിട്ട് വീണ്ടും നോട്ടിലിരിക്കുന്ന സാധനം വേറെ കടലാസിലേക്ക് എഴുതണം. ഈ എന്താണെന്നറിയോ, ഇപ്പം പറയാം, പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് ഇപ്പം നമ്മളൊന്നും തന്നെ ഇപ്പോൾ എഴുതുന്നില്ല. പണ്ടൊക്കെ നമ്മൾ കത്ത് എഴുതിയിരുന്നു അല്ലേ. എനിക്കിപ്പോൾ അക്ഷരങ്ങളൊന്നും അറിയില്ല എഴുതാൻ, പക്ഷെ ഞാൻ ടൈപ്പ് ചെയ്യും, കണ്ടറിയാം, അത് എങ്ങനെ എഴുതണം എന്നറിയാം. ഇതിൻ്റെ പ്രശ്നം സംഭവിക്കാൻ പോകുന്നത്, എഴുത്ത് വളരെയധികം ഫാക്കൽറ്റീസ് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ബ്രെയിൻ നല്ലപോലെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഇത് കറങ്ങാതെ ആകുമ്പോഴാണ് ഡിമെൻഷ്യ പോലെ, അൽഷൈമേഴ്സ് പോലുള്ള അസുഖങ്ങൾ നമുക്ക് ബാധിക്കുന്നത്. അപ്പം ഡിമെൻഷ്യയെ പ്രതിരോധിക്കാൻ, അൽഷൈമേഴ്സിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല വഴി ദിവസവും ഒരു 4 പായ പേപ്പറിൽ അന്നത്തെ കഥ എഴുതി വെക്കുന്നതാണ്. എഴുത്ത് നിങ്ങളും ചെയ്യണം. പിള്ളേർ മാത്രം എഴുതിയാൽ പോരാ, മക്കളും അമ്മമാരും അച്ഛന്മാരും എഴുതണം. കാരണം ഇല്ലെങ്കിൽ നാളെ കുട്ടിയെ കണ്ട ഇനി ആരാന്ന് ചോദിക്കേണ്ടി വരും അവസാനം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇന്ന് മുതലേ നിങ്ങൾ എഴുതിക്കോ, നോട്ടും എഴുതിക്കോ, അതിന് പുറമെ എക്സ്ട്രാ എഴുതിക്കോ. എത്ര പ്രാവശ്യങ്ങൾ എഴുതുന്നോ അത്രയും നന്നായിട്ട് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അച്ഛനും അമ്മയും പറയുമ്പോൾ എഴുതാതെ ഞാൻ അപ്പം എഴുതും എന്ന് പറഞ്ഞ് എൻ്റെ ഇത് വിട്ടോണ്ടിരുന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും. എഴുതാൻ പറ്റൂല ആ സമയത്ത്. നല്ല പ്രാക്ടീസാണ്, വേറെ ഒന്നുമില്ല. ഇറ്റ്സ് ഓൾ പ്രാക്ടീസ് നല്ലപോലെയുള്ള കുട്ടി നല്ലപോലെ എഴുതും. നല്ലപോലെ എഴുതിയാൽ കൈയക്ഷരം നന്നാവും. മറ്റത് എഴുതുമ്പോൾ 2 പേർക്ക് മനസ്സിലാവും, എഴുതിക്കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവും എന്നാ പറയാം. എഴുതുമ്പോൾ നിനക്കും ദൈവത്തിനും അറിയാം അതെന്താ എഴുതിയെന്ന്, എഴുതിക്കഴിഞ്ഞാൽ ദൈവത്തിന് മാത്രം അറിയാം എന്താണ്. അത്ര നല്ല കയ്യക്ഷരമാണ് ഇവിടെ പലരുടെയും. അതുകൊണ്ട് കയ്യക്ഷരം കൂടെ എഴുതി നന്നാക്കണം എന്ന ചോദ്യത്തിന് ഉത്തരമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ചോദിച്ചോട്ടോ, പിന്നെ കിട്ടൂല. സാറ് ഈ എഴുത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു സംശയമാണ്. വായനക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതല്ല എഴുത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതല്ല വായനക്കും എഴുത്തിനും തുല്യ പ്രാധാന്യമാണോ കൊടുക്കേണ്ടത്? കൂടുതൽ പ്രാധാന്യം വായനയ്ക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എഴുത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഫൈനൽ ഡെലിവറി മാത്രമാണ്. അത് എല്ലാ പ്രാവശ്യവും അങ്ങനെ എഴുതുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. 2 പ്രശ്നമുണ്ട്. എഴുതാണ്ട കടലാസ് മേടിക്കണം, പേന മേടിക്കണം, അത്രയും ചിലവുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മളത് വായിക്കാൻ തയ്യാറാണ്, പക്ഷേ ഇവർ ചെയ്യൂല, മടിയായിരിക്കും. പക്ഷേ എന്നാലും ഒരു 10 വട്ടം വായിച്ചാൽ 2 വട്ടമെങ്കിലും എഴുതണം. എഴുത്ത് 2 നടക്കണം. കാരണം എഴുത്താണ് നിങ്ങളുടെ ഡെലിവറി മെക്കാനിസം. നിങ്ങൾ പരീക്ഷയ്ക്ക് ഡെലിവറി ചെയ്യുന്ന എഴുത്തിലാണ്. അത് പ്രാക്ടീസ് ചെയ്യണം, ഓഫ് കോഴ്സ് ചെയ്യണം. പക്ഷേ അതിനേക്കാൾ ആയാസം കുറഞ്ഞ ഒരു എക്സസൈസാണ് ഈ വായന എന്ന് പറയുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വായിച്ചുകൊണ്ടേയിരിക്കണം, പലവട്ടം വായിക്കുക. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നമ്മളത് റീവിസിറ്റ് ചെയ്യാണ്. ഒരു പാഠഭാഗം നാം ആദ്യം വായിച്ച പോലെ ആയിരിക്കില്ല നമ്മൾ രണ്ടാമത് വായിക്കുമ്പോൾ തോന്നുക. എത്ര പ്രാവശ്യം വായിക്കുന്നു അത്രയും ക്ലാരിറ്റി നമുക്ക് ആ ഭാഗത്തിന് വരും. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വായിക്കണം.
ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള ഒരു പ്രധാന പ്രശ്നം അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാണ്. ഞാനിത് ഒരു വർഷം വായിച്ചാണ്, ഇത് എനിക്ക് അറിയാമെന്ന് അവർ മനസ്സിലങ്ങ് തീരുമാനിക്കും. പിന്നെ ജന്മത്തെ ഏരിയയിലോട്ട് പോകില്ല. ഇതിന് മേലെ കൂടെ വേറെ കുറേ വായിച്ചു വയ്ക്കും, അത് പിന്നെ അടിയിൽ പോവും, പിന്നെ തപ്പിയാൽ കിട്ടൂല, പരീക്ഷയ്ക്ക് വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റൂല. അപ്പം അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഇല്ലാതെ എല്ലാ ഭാഗങ്ങളെയും വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു നല്ലൊരു കാര്യം. അത് എഴുതുകയും ചെയ്യണം. രണ്ടും തുല്യമായ പ്രാധാന്യമല്ല, വായന കുറച്ച് അധികം തന്നെ വേണം. സാറാ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥമാണല്ലോ ഹോളി ഖുർആൻ. ആ ഖുർആൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ വേർഡ് ഇഖ്റ, മനസ്സിലാക്കി വായിക്കുക എന്നതാണ്. അതെ, വളരെ കറക്റ്റ്. സർ, നമുക്കിനി അധികം ക്വസ്റ്റ്യൻസ് ഇല്ല എന്ന് തോന്നുന്നു. താങ്ക് യു വെരി മച്ച് സർ. സർ പോകുന്നതിന് മുമ്പ് നന്ദിയുടെ 2 വാക്ക്. വളരെ സിമ്പിൾ ആൻഡ് സ്വീറ്റ് ലാംഗ്വേജിൽ ഇൻറ്ററാക്റ്റീവ് ആയിട്ട് കാലത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് സാർ നമ്മുടെ അടുത്ത് സംസാരിച്ചത്. സർ ഒരു ആക്സിഡൻറ്റൽ ജേർണലിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഹി വാസ് ബോൺ ടു ബി എ സ്പീക്കർ, ജേർണലിസ്റ്റ് ആൻഡ് വാട്ട് എവർ ഹീ ഈസ് റൈറ്റ് നൗ. നന്ദിയുടെ നമ്മുടെ ഭാഗമായിട്ട് നമ്മുടെ അജ്മൽ സർ, നമ്മുടെ ബാബു രാമചന്ദ്രൻ സാറിന് ഒരു ടോക്കൺ ഓഫ് ലവ് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. പ്ലീസ് സർ. Big round of applause for Babu Ramachandran. Thank you very much, sir.